സൂയിസൈഡ് വരെ ചെയ്യണമെന്ന് തോന്നിയൊരു മൊമെൻറ്റ് വരെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ അമ്മയുടെ ഫേസാണ്. ഞാൻ 2 മാസം ഇല്ലീഗലായിട്ടാണ് മാൾട്ടയിൽ നിന്നത്. അത് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ഇല്ലീഗൽ എമിഗ്രേഷൻ. ഞാനൊരു ഇല്ലീഗൽ എമിഗ്രൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐഡൻറ്റിറ്റിന്ന് ഒഫീഷ്യലി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫുൾ ഒരു ജേർണി വീഡിയോ ഞാൻ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു കംപ്ലീറ്റ് മാൾട്ട ജേർണി വീഡിയോ ആണ്. ഞാൻ മാൾട്ടയിൽ വന്നപ്പോൾ തൊട്ട് ഈ ഒരു ടൈം വരെയുള്ള എൻ്റെ ഫുൾ കംപ്ലീറ്റ് ജേർണി വീഡിയോ ആണ് ഞാൻ ഇവിടെ നിന്ന് ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ പറയാം, ഞാനൊരു ഡിസ്ക്ലെയിമർ പോലെ തന്നെ പറയട്ടെ, ഇത് എൻ്റെ അനുഭവമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള എനിക്കുണ്ടായ കാര്യങ്ങളാണ്. സോ ഇത് ചിലവർക്കത് റിലേറ്റബിൾ ചെയ്യാൻ പറ്റും, ചിലവർക്കതൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഓരോരുത്തരുടെ ലക്ക് ബേസിലാണ് നമ്മൾക്ക് ഇവിടെ വന്നിട്ടുള്ള ഓരോ എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം. അപ്പോൾ ഞാനിത് എൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. സോ ഇതിപ്പോൾ കുറേ പേർക്ക് നെഗറ്റീവായിട്ട് തോന്നാം, ചിലവർക്കത് പോസിറ്റീവായിട്ട് തോന്നാം. അതിപ്പോൾ ഇവിടെ ഉള്ളവർക്ക് ഒരു ഇതൊക്കെ അത് മനസ്സിലായിട്ടുള്ളവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് ഫസ്റ്റ് തന്നെ ഡിസ്ക്ലെയിമർ ആയിട്ട് പറയുകയാണ്, ഇത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഇവിടെ മാൾട്ടയിൽ വന്നിട്ട് ഇപ്പോൾ 1.25 വർഷമായി. ഒരു 2 മന്ത്സും കൂടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് 2 വർഷം ആവുകയാണ്. സോ ഞാൻ ഇത്രയും നാൾ അനുഭവിച്ചിട്ടുള്ളൊരു ജേർണി കാര്യങ്ങളാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് വലിച്ചു നീട്ടുണ്ടാകും. ഇതൊരു ലോങ് വീഡിയോ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ചിലപ്പോൾ പാർട്ട് 2 ആയിട്ടിടും, അല്ലെങ്കിൽ ഒറ്റതായിട്ടിടും, കാരണം അത്രയും ലോങ് വീഡിയോ ആയിരിക്കും. അപ്പോൾ ഒരുപാട് വലിച്ചു നീട്ടാണ്. നമുക്കിനി നേരെ വീഡിയോ ഇടും. ഞാൻ മാൾട്ടയിൽ വരുന്നത് November 6, 2023 ഞാൻ ഫ്ലൈറ്റ് കയറിയത് November 5 കൊച്ചിയിൽ നിന്ന്. കൊച്ചി ടു ഡൽഹി, ഡൽഹിയിൽ നിന്ന് ജർമ്മനി ടു മാൾട്ട. അങ്ങനെ ഞാൻ November 6 ഞാനിവിടെ മാൾട്ടയിലെത്തി 2023. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, ഞാനിവിടെ വരുന്നതിന് മുന്നേ തന്നെ എനിക്ക് കുറച്ച് പേരുടെ റെഫറൻസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഇവിടെ പഠിക്കുന്നുണ്ടായിരുന്നു, ഞാൻ പഠിക്കാൻ വന്ന സെയിം കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബേസിൽ നിന്നാണ് ആളുടെ പേര്. അപ്പോൾ അവൻ പറഞ്ഞായിരുന്നു, കുഴപ്പമൊന്നുമില്ല അടി, പിന്നെ പാർട്ട് ടൈമിൻ്റെ ഇഷ്യൂ ഉണ്ട്, പിന്നെ നീ വലിയ എക്സ്പെക്റ്റ് ചെയ്തിട്ട് വരണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം കേട്ടപ്പോൾ ഒരു ഇതുപോലെയൊക്കെ തോന്നി, നെഗറ്റീവ് പോലെ തോന്നി, എന്തെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇങ്ങനെ അവനിങ്ങനെ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ചെറുതായിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു ഇത് മനസ്സിലായി. പിന്നെ ഞാൻ ഇൻസ്റ്റ വഴി ഒരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു, റോഷിൻ എന്നാണ് പേര്. ആൾ ഞാനിങ്ങനെ ഐഡിയ കോളേജിൽ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ എന്ന് തപ്പി അങ്ങനെ കണ്ടുപിടിച്ച ഫ്രണ്ടാണ്. ആളെ എനിക്ക് നാട്ടിൽ വെച്ച് പരിചയം ഉണ്ടായിരുന്നു. അപ്പോൾ ആളെ കോൺടാക്ട് ചെയ്തപ്പോഴും ആളും സെയിം ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് പിന്നെ രണ്ടാളും പറഞ്ഞപ്പോൾ ഏകദേശം ധാരണയായി, ആൾക്കാരെ പറ്റിയുള്ള ധാരണയായിട്ടുണ്ട്. സോ അങ്ങനെ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്ത് ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞു. ഞാനങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടെന്ന് പറയുകയാണെങ്കിൽ അവർ പറയുന്നേക്കാൾ കുറച്ചുകൂടി എക്സ്ട്രീം ആയിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. വന്നപ്പോൾ നമ്മൾ ജസ്റ്റ് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി കണ്ടപ്പോൾ സന്ധ്യ സമയത്തൊക്കെയാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വിൻ്റർ ടൈമിലാണ് വന്നത്. ഒരു 5:30-6 മണിയൊക്കെ ആയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് അധികം ഇതറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചേട്ടൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫ്രണ്ടാണ് എന്നെ പിക്ക് ചെയ്യാനൊക്കെ എയർപോർട്ടിൽ വന്നത്. അപ്പോൾ ആളൊക്കെ വന്ന് എന്നെ അക്കോമഡേഷൻ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ക്യാബിൽ പോവാണ്. എനിക്ക് ഏകദേശം കുറച്ച് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ഇവിടെ നിന്ന സ്ഥലം അറ്റാട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എനിക്ക് അക്കോമഡേഷൻ സെറ്റാക്കി തന്നത്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കാണുമ്പോൾ ഒരു യൂറോപ്യൻ ടെക്സ്ചർ ഒന്നും എനിക്ക് വലിയതായിട്ട് തോന്നില്ല. കാരണം നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ഒരു യൂറോപ്യൻ ടെക്സ്ചറൊന്നും കാര്യങ്ങൾ എനിക്കൊന്നും തോന്നിയില്ല. നോർമലി ഒരു പ്ലേസ് പോലെ എനിക്ക് തോന്നി. എന്നാൽ തണുപ്പുണ്ട്, അത് നമ്മളിപ്പോൾ ഊട്ടിയിലൊക്കെ പോകുന്ന പോലെ തണുപ്പുണ്ട്. ഒരു വലിയ യൂറോപ്യൻ ഇതുപോലെ എനിക്കൊന്നും തോന്നില്ല. കാരണം നമ്മൾ ടി വിയിലും വീഡിയോസിലൊക്കെ കണ്ടേക്കുന്ന യൂറോപ്പിൻ്റെ ഒരു കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ച് ബിൽഡിങ്സൊക്കെ വേറെ ഡിഫറെൻ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ എനിക്ക് ഒരു യൂറോപ്പിൻ്റെ ഇത് ഫസ്റ്റ് തന്നെ എനിക്കിത് കത്തിയില്ല. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അക്കോമഡേഷൻ്റെ അവിടെ കൊണ്ടുപോയി. അതൊരു വീടായിരുന്നു കേട്ടോ, ഒരു വലിയ വീടായിരുന്നു. എനിക്ക് അക്കോമഡേഷൻ സെറ്റ് ചെയ്തെന്ന് ചേട്ടൻ ഡയറക്റ്റായിട്ട് പോയി കണ്ടെടുത്തതാണ്. ഞങ്ങൾ 10 പേരുള്ള ഒരു വീടായിരുന്നു. 4 മുറി, 4 ബാത്റൂം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വലിയ വീടായിരുന്നു. അത്യാവശ്യം നല്ല സ്പേസോ കാര്യമുള്ള ഒരു വീടായിരുന്നു. എനിക്ക് റെൻറ്റ് വന്നിരുന്നത് 235 പ്ലസ് യൂട്ടിലിറ്റി ആയിരുന്നു എൻ്റെ റെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അങ്ങനെ വീട്ടിലോട്ടൊക്കെ പോയി. ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ചെന്നപ്പോൾ തന്നെ ഞാൻ ചെന്നത് ഏകദേശം ഞാനൊരു 6:30 സമയത്തൊക്കെയാണ് എത്തിയത്. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി നോക്കാം, ഷോപ്പ് എന്തെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മേടിക്കാം, കാരണം വിൻ്റർ ആയതുകൊണ്ട് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ചിലപ്പോൾ നേരത്തെ ക്ലോസ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചൊക്കെ നടന്ന് ഒറ്റ കടകൾ തോന്നിട്ടുണ്ടായിരുന്നില്ല ആ സൈഡിൽ. പിന്നെ ഞങ്ങൾ ബസ് കയറി പോരൊന്നും പോകാൻ പറ്റില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ആ സൈഡ് മാത്രമേ ഞങ്ങൾ നോക്കിയുള്ളൂ. കടകളൊന്നും അങ്ങനെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ഒരു ഒരു പിസ്സയുടെ ഷോപ്പ് ഉണ്ടായിരുന്നു. പിസ്സ മേടിച്ചു. നോർമലി നമ്മൾ നാട്ടിൽ കഴിക്കുന്ന ഒരു പിസ്സയുടെ ഒക്കെ കണക്ക് കൂട്ടിൽ വെച്ചിട്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷെ എനിക്ക് തീരെ പിടിച്ചില്ല.
എന്താ നല്ലൊരു എക്സ്പെൻസീവ് പിസയും കൂടി ആയിരുന്നു കേട്ടോ. അന്ന് എനിക്ക് തോന്നുന്നു 16-15 യൂറോ എന്തോ ആയിട്ടുണ്ട്. ഫസ്റ്റ് ഇന്ന് എൻ്റെ കണ്ണ് തല്ലി, ഇത്രയും പൈസയോ എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഒരു പിസ മേടിച്ചിട്ട് പോന്നു. പിന്നെ എനിക്ക് തൊട്ടപ്പുറത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഒരു സ്കോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഒരു പഞ്ചസാര, പാല്, അങ്ങനത്തെ 2-3 അത്യാവശ്യ സാധനങ്ങൾ മാത്രം ജസ്റ്റ് ഒന്ന് മേടിച്ചു. അതും കൂടി മേടിച്ചിട്ട് എന്നെ റൂമിൽ കൊണ്ടുവന്ന് ആക്കി. എന്തെങ്കിലും പെട്ടെന്ന് ചായയൊക്കെ കുടിക്കണമെങ്കിൽ, രാവിലെ ചായ കുടിക്കണമെങ്കിൽ പാല് വേണമല്ലോ. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് എല്ലാം മേടിച്ച് സെറ്റാക്കി റൂമിൽ കൊണ്ടുവന്നാക്കി. റൂമിൽ ചെന്നപ്പോഴാണ് ഞാൻ ഫസ്റ്റ് ലഗേജൊക്കെ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ഒരു ചേച്ചിനെ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും പുറത്ത് പോയേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ കണ്ടു. അപ്പം ഞാനിങ്ങനെ പിസ കഴിക്കുന്നുണ്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു ചേച്ചി, ഒരു ഷിജി എന്ന് പറഞ്ഞ ചേച്ചി എന്നോട് പറഞ്ഞു, ഇതാണോ കഴിക്കുന്നത്, ഞങ്ങൾ ചോറ് തരാൻ കഴിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ശരിക്കും സങ്കടം വന്നു, കാരണം ഫസ്റ്റ് വന്നിട്ടേ ഉള്ളൂ, വലിയ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല. വന്നപ്പോൾ തന്നെ നല്ല വിശപ്പോടുകൂടിയാണ് വന്നത്. എനിക്ക് ഇങ്ങോട്ട് വന്ന ഫ്ലൈറ്റിൽ മീൽസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ജർമ്മനിയിൽ നിന്ന് മാൾട്ടയിലേക്ക് വന്നപ്പോൾ. അപ്പോൾ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചി എനിക്ക് ചോറ് എന്ത് തന്നു, പിന്നെ അവരവിടെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോറ്, മീൻകറി ഒക്കെ തന്ന് ഞാൻ നല്ലോണം ഫുഡ് കഴിച്ചു. എൻ്റെ പിസ ഞാൻ കഴിച്ചില്ല, പിസ ഞാൻ എടുത്ത് വെച്ച് പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ചു. അങ്ങനെ ഞാൻ രാത്രി നല്ലോണം ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് കിടന്നുറങ്ങി. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, ട്രാവൽ ചെയ്ത് വന്നതിന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നപ്പോൾ ഇവരാരും കാണുന്നില്ല, എല്ലാവരും ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ട് രാവിലെ എണീറ്റ് എൻ്റെ ഫ്രിഡ്ജിലിരുന്ന പിസ ഓവനിൽ വെച്ച് ചൂടാക്കി, പിന്നെ ചായയും കൂടി ഉണ്ടാക്കി അത് കുടിച്ചു. അങ്ങനെ എൻ്റെ രാവിലത്തെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. പിന്നെ എനിക്ക് വീട്ടിലിരുന്ന് ശരിക്കും നല്ലോണം ബോറടിച്ച്. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ അൺബോക്സിങ് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പെട്ടിയൊക്കെ പൊട്ടിക്കുന്ന അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം സമയവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിരുന്നു. അതിനങ്ങനെ പോയി ഓണർ വന്നു, ഓണറിനോട് സംസാരിച്ചു. നമ്മൾ ആദ്യം വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ വന്നിട്ടുണ്ട്, ഞാൻ എത്തി എന്ന് പറഞ്ഞ്. അപ്പോൾ ആള് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ എനിക്ക് കോളേജിലേക്കുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം, ഹൗസിംഗ് അതോറിറ്റി, റെൻ്റൽ എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതൊക്കെ തരാൻ പറഞ്ഞു. അപ്പോൾ ആൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഓണർ വന്ന് എല്ലാം തന്നു. അത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് തന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ വന്നതിന് 2-3 ആഴ്ച എന്തോ എടുത്തു. അതുകൊണ്ട് എനിക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്തു. എൻ്റെ അപ്പുറത്തെ റൂമിലെ ചേച്ചി എൻ്റെ സെയിം ഐഡിയ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ പകുതി വരെ കൊണ്ട് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ വലയട്ടിയിൽ വന്നിട്ട് ഏത് ബസ്സാണ് കയറേണ്ടത്, ഏത് സ്റ്റോപ്പിലാണ് അങ്ങനെയെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ കോളേജിൽ പോയി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു മെയിൽ വരും, നിങ്ങൾക്ക് എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് അതിന് മെയിൽ വരും, അന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പോകുന്ന വഴിയൊക്കെ ഞാൻ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടു. എനിക്ക് ആ ഒരു ഏരിയ ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ കോളേജ് വന്നിട്ട് മോസ്റ്റേലായിരുന്നു, ഐഡിയ കോളേജ് മോസ്റ്റേലാണ്. അപ്പോൾ ആ ഏരിയയൊക്കെ എനിക്ക് കുറച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ലോണം കൂളൊക്കെ ആയിട്ട് നടന്നു. കാരണം അന്നും എനിക്ക് വലിയൊരു ഐഡിയ അല്ലല്ലോ, ഞാൻ ജസ്റ്റ് പുതിയതായിട്ട് നമ്മൾ കണ്ട സ്ഥലത്തിൻ്റെ ആ ഒരു ഇതിൽ അങ്ങ് പോയി നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ ഒരു ഡിസംബറൊക്കെ ആയി. നവംബർ കഴിഞ്ഞ് ഡിസംബർ ആയപ്പോഴാണ് ഞാൻ എൻ്റെ ID കാർഡിന് സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടിയപ്പോൾ ഡിസംബറായി. അങ്ങനെ ഞാൻ ഡിസംബറിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തത് ഒരു 20-18 ആ സമയത്തൊക്കെയാണ് ചെയ്തത്. അപ്പോൾ തന്നെ ഐഡൻറ്റിറ്റി ക്ലോസ് ചെയ്തു. കാരണം ക്രിസ്മസ് ആയതുകൊണ്ട് ഐഡൻറ്റിറ്റി ക്ലോസ് ചെയ്തുകൊണ്ട് പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞ് എന്തോണം ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ എന്തായാലും എനിക്കറിയാം, എന്തായാലും ഇനിയിപ്പോൾ അടുത്തൊന്നും എനിക്ക് മെയിലോ കാര്യങ്ങളൊന്നും വരില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിങ്ങനെ സ്റ്റിൽ പാർട്ട് ടൈം ജോബ് നോക്കി തുടങ്ങി. ആ ടൈമിൽ തന്നെ ഞാനിങ്ങനെ പാർട്ട് ടൈം ജോബിന് ഇങ്ങനെ സൈറ്റിലൊക്കെ കയറിയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ, വേക്കൻസി ഉണ്ടോ എന്നൊക്കെ നോക്കി CV അയക്കാൻ തുടങ്ങി. കുറേ സ്ഥലത്തൊക്കെ CV കൊണ്ട് കൊടുക്കാൻ തുടങ്ങി. കാരണം വെറുതെ ഇരിക്കുമല്ലോ, ക്ലാസ്സും ഇല്ല, വെക്കേഷൻ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഫുള്ളി ഇങ്ങനെ നടപ്പായി. അങ്ങനെ കുറേ നടന്നിട്ട് ആരും വിളിക്കുന്നില്ല. അങ്ങനെയൊക്കെ ഇപ്പോൾ സങ്കടമായി, ഇങ്ങനെയാണോ. പിന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കിട്ടില്ലല്ലോ, അപ്പം ഇങ്ങനെ സ്റ്റിൽ കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ CVs കൊടുത്തുകൊണ്ട് അങ്ങനെ പോയി ജനുവരി ആയപ്പോൾ എനിക്ക് മെയിൽ വന്നു. ഐഡൻറ്റിറ്റി ഓപ്പൺ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു, ബയോമെട്രിക് ലിങ്ക് വന്നു. പക്ഷേ ഡേറ്റ് ഒന്നും അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. ജനുവരിയിൽ ഒന്നും ഡേറ്റ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കിട്ടിയ ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 4-നാണ് സ്ലോട്ട് ഉള്ളൂ ആകെ. അപ്പോൾ ഞാൻ ഫെബ്രുവരി 4-ൻ്റെ സ്ലോട്ട് തന്നെ എടുത്തു, പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഫെബ്രുവരി 4 വരെ വെയിറ്റ് ചെയ്യണ ഒരു ടൈമായിരുന്നു. ആ ടൈമിലാണ് എനിക്ക് ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ നിന്നാണ് എനിക്ക് പൈസ അയച്ചുകൊണ്ടിരുന്നത്. കാരണം റെൻറ്റ്, യൂട്ടിലിറ്റി ബില്ല്, പിന്നെ എൻ്റെ ചിലവിൻ്റെ പൈസ എല്ലാം വീട്ടിൽ നിന്ന് അയച്ചു തരുന്നത്. ഓൾമോസ്റ്റ് എനിക്കൊരു 10 ലക്ഷത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് വരാൻ തന്നെ ആയിട്ടുണ്ട്. നമ്മുടെ ഫീസ്, ഇങ്ങോട്ട് വരുന്ന പൈസ, VFS എല്ലാം കാര്യം കൂടി ഇപ്പോൾ ഒരു 9-10 അടുത്ത് എനിക്ക് ആയിട്ടുണ്ട്. അതിൻ്റെ കൂടാണ്ട് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ തന്നെ നമുക്ക് റെൻറ്റ് എല്ലാം അഡ്വാൻസ് കൊടുക്കണം, പിന്നെ നമ്മുടെ അഡ്വാൻസ് ആയിട്ടുള്ള പൈസയും കൊടുക്കണമല്ലോ.
അപ്പോൾ റെൻറ്റ്, അഡ്വാൻസ് പൈസ എല്ലാം കൂടി ഇപ്പോൾ ഒരു പൈസയും ആയി. പിന്നെ ഇവിടെ വന്നിട്ട് മെഡിക്കലല്ല, ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ആ ടൈമിൽ മെഡിക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള പൈസ എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് വേണ്ടേ, ഫണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ അതും ഒരു പൈസയായിട്ടാണ് വന്നത്. പിന്നെ ഞാൻ ഫോറക്സ് കാർഡിൽ വന്നിട്ട് ഒരു 250 യൂറോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കയ്യിൽ ഒരു 150 യൂറോ. ഇതാണ് ഞാൻ ആകെ കൊണ്ടുവന്ന ഒരു പൈസ. മാൾട്ടയിൽ വന്നപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായ പൈസ എന്ന് പറയുന്നത് ഒരു 250 യൂറോയും 250 യൂറോ ആണ്. റെൻറ്റും അഡ്വാൻസ് പൈസയും ഓൾറെഡി നാട്ടിൽ നിന്ന് ഞാൻ വരുന്നേക്ക് മുന്നേ ചേട്ടൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അത് ഞാൻ വരുമ്പോഴേക്കെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ റെൻറ്റ് ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വന്നിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ അത് ഹോൾഡ് ചെയ്ത് വെച്ചു. ഞാൻ വന്നപ്പോൾ അതെനിക്ക് തിരിച്ചെന്ന് ഞാനാണ് കൊടുത്തത്. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ആകെ കൊണ്ടുവന്ന് ഈ ഒരു 350-400 യൂറോ അടുത്താണ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ക്യാഷ് ആയിട്ടും കാർഡിലായിട്ടും ഞാൻ കൊണ്ടുവന്നത്. ആ പൈസ നമ്മൾ ഫസ്റ്റ് തന്നെ എനിക്ക് ഇൻഷുറൻസ് കാർഡ് ത്രൂ ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിരുന്നു എൻ്റെ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ കാർഡ് ത്രൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഫോറക്സ് കാർഡിൽ ആ പൈസ ഇട്ടിട്ട് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്തില്ല. ബാക്കി എൻ്റെ കയ്യിലിരുന്ന 150 യൂറോ നമ്മൾ ചിലവിന് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് എടുത്തു. അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഞാൻ തൽക്കാലത്തേക്ക് മാനേജ് ചെയ്തു. തൽക്കാലത്തേക്ക് ഞാൻ ആ ഒരു പൈസ കൊണ്ടൊക്കെയാണ് മാനേജ് ചെയ്ത് പോയത്. പിന്നെ എനിക്ക് ഈ കാർഡിൻ്റെ പൈസ, അതായത് നമ്മൾ ഇൻഷുറൻസ് കാർഡ് പേയ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ആകെ 19 യൂറോ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ നെക്സ്റ്റ് മന്തിലേക്ക് ചിലവിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യത്തിനോ ഒക്കെ എടുക്കാം. പിന്നെ എപ്പിക്കിൻ്റെ ബില്ല് തന്നെ എനിക്കുണ്ടായിരുന്നു. ഒരു 20-25 യൂറോൻ്റെ അടുത്ത് എനിക്ക് ബില്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി പെട്ടെന്ന് വീട്ടിൽ എല്ലാ മാസം ചോദിക്കാൻ പറ്റില്ലല്ലോ എന്ന് വെച്ച് ഞാൻ ആ പൈസ അങ്ങനെ തന്നെ എടുത്ത് വെച്ചു. മാക്സിമം ഞാൻ വീട്ടിൽ നിന്ന് അത്യാവശ്യം ഗ്രോസറി സാധനങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട് എനിക്ക് 2-3 മാസം, എനിക്ക് തോന്നുന്നു ഒരു 4-5 മാസത്തിൽ കൂടുതൽ ഞാൻ അത്യാവശ്യം പലചരക്ക് സാധനങ്ങളൊക്കെ എനിക്ക് കൊണ്ടുവന്നത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കൂടുതൽ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ചിലവ് ചുരുക്കി മാക്സിമം ഇതാക്കാൻ. വീട്ടിൽ നിന്ന് എത്രയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. കാരണം റെൻറ്റ്, യൂട്ടിലിറ്റി ആ മാസമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 280-270 വരെ വീട്ടിൽ നിന്ന് എനിക്ക് റെൻറ്റ്, യൂട്ടിലിറ്റിയുടെ പൈസ തന്നെ അയക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചിലവിൻ്റെ കാശ് കൂടി ആദ്യത്തെ 2-3 മാസം ചോദിച്ചില്ല. പിന്നീട് എൻ്റെ കയ്യിൽ പൈസ തീർന്നപ്പോൾ ചിലവിൻ്റെ പൈസ വീട്ടിൽ നിന്ന് അയച്ചു തന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് ഫുള്ളി എൻ്റെ മൈൻഡ് പയ്യെ പോയി തുടങ്ങി. കാരണം ക്ലാസ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ വന്നിരിക്കുക. പിന്നെ എനിക്ക് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ക്ലാസ് ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ദിവസമൊക്കെ വെറുതെ വീട്ടിലിരിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും വട്ടുപിടിച്ച് തുടങ്ങും. അപ്പോൾ ഇങ്ങനെ ജോലിയാണെങ്കിൽ നോക്കിയിട്ട് കിട്ടുന്നുമില്ല. നമ്മൾ CV അയച്ചിട്ടാണെങ്കിൽ ഒരു റിപ്ലൈ ഇല്ല. കൊടുത്ത് ഷോപ്പിലൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ അവർ വിളിക്കാം എന്നൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ ഫുള്ളി ഒരു കൺട്രോളൊക്കെ പോയി തുടങ്ങി. നമുക്ക് മാൾട്ടയിലൊരു സിറ്റുവേഷൻ നന്നായിട്ട് മനസ്സിലായി തുടങ്ങി. അപ്പോൾ ഫുള്ളി ഒരു ഇതായി. ആ ടൈമിൽ ഇങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഏട്ടനും നോക്കി തരുമായിരുന്നു ഇങ്ങനെ ജോബിൻ്റെയൊക്കെ. അപ്പോൾ ഇങ്ങനെ നാട്ടിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു ഇതയച്ചു, ഫേസ്ബുക്കിൽ ഒരു ഹെയർ ഡ്രസ്സറിൻ്റെ ഒരു വേക്കൻസി, പാർട്ട് ടൈം വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ എനിക്ക് അയച്ചു തന്നു. ഞാൻ ഓൾറെഡി കോസ്മെറ്റോളജി പഠിച്ചിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വേക്കൻസിക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. അതിവിടെ അടുത്ത് തന്നെ അടുത്തല്ല, കുറച്ച് എനിക്ക് ദൂരമുണ്ട്. എന്നാലും ഞാൻ അപ്ലൈ ചെയ്തു. അവരിങ്ങനെ ഓക്കെ CV ഒക്കെ അയച്ചപ്പോൾ കുഴപ്പമില്ല, ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ട്രെയിനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. 2 ദിവസം വരാൻ പറഞ്ഞു, ട്രെയിനിങ്ങിന് വരാൻ പറഞ്ഞിട്ട് ഞാൻ ട്രെയിനിങ്ങിന് പോയി കഴിഞ്ഞ ടൈമിൽ ഞാൻ നല്ല പ്രതീക്ഷ തന്നു. ഭയങ്കര സന്തോഷമാണ്. ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറയുന്നു. ഭയങ്കര സന്തോഷമാണ്. അവരെനിക്ക് ഓഫർ ചെയ്ത പൈസ വെച്ച് നോക്കുമ്പോൾ എനിക്ക് റെൻറ്റ് കഴിഞ്ഞ എൻ്റെ ലോണൊക്കെ അടയ്ക്കാനുള്ള ഒരു പൈസയൊക്കെ ആയാലും എന്ന് പറഞ്ഞാൽ ഭയങ്കര തുള്ളിച്ചാടലൊക്കെ ആയിരുന്നു. വീട്ടിൽ വിളിച്ച് പറഞ്ഞു ജോലി സെറ്റായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ 2 ദിവസം വെളുപ്പിന് കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങിന് പോയി. എനിക്കൊരു 7 മണി വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് 2 ദിവസം കഴിഞ്ഞു. പിന്നെ ഞാൻ ക്ലാസ്സിൽ പോയി. ക്ലാസ്സുള്ള ദിവസം ഞാൻ വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ്സിൽ പോയ സമയത്താണ് അറിയുന്നത് ഞങ്ങളുടെ കോളേജിൽ ഓൾറെഡി ഞാൻ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാൾട്ടയിൽ നമുക്ക് പാർട്ട് ടൈം വർക്ക് ചെയ്യണമെങ്കിൽ സെക്കൻഡറി പെർമിറ്റ് വേണം സ്റ്റുഡൻസിന്. അപ്പോൾ സെക്കൻഡറി പെർമിറ്റ് ഇല്ലാതെ പാർട്ട് ടൈമിന് പോയ കുറേ പേരെ പിടിച്ചു ഡീപ്പോർട്ട് ചെയ്തു. അപ്പോൾ ഓൾറെഡി ഞാനത് MMAയുടെ ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാനത് ഫുള്ളി വലിയ വായിക്കലോ കാര്യങ്ങളൊന്നും ആക്കിയില്ല. അതെന്നെ ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അറിയുന്നത്. ഫ്രണ്ട്സ് പറഞ്ഞു അവർക്കറിയുന്ന ഒരു ചേട്ടനെയും കൂടിയും അതിൽ ഡീപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരാളെയും അതിൽ ഡീപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു. ഒരു ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടി ആയപ്പോൾ എനിക്ക് ഫുള്ളി കയ്യിൽ നിന്ന് പോയി. എന്ത് ചെയ്യണം എന്നറിയില്ല. ഞാൻ പോയ ഏരിയയിൽ അന്ന് 2 ദിവസം അത്യാവശ്യം പോലീസൊക്കെ റോഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ചെക്കിങ്. എനിക്കൊന്നും അറിയില്ല, നമ്മൾ വന്ന ടൈമല്ലേ, ഒരു വലിയ കാര്യമായിട്ട് അറിയില്ലല്ലോ. അപ്പോൾ എനിക്ക് പേടി കയറി തുടങ്ങി. കാര്യം ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി അവർ ഗ്രൂപ്പിൽ MMAക്കാർ തന്നെ ഗ്രൂപ്പ് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത്രയും ലക്ഷം കൊടുത്ത് വന്നിട്ട് ഇങ്ങനെ പ്രോപ്പർ പേപ്പേഴ്സും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് പാർട്ട് ടൈമിന് പോകരുത്. അങ്ങനെ പോയാൽ പിടിച്ച പിന്നെ നിങ്ങളെ ഡീപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾ വെറുതെ ഇത്രയും കാശ് മുടക്കി വന്നതൊക്കെ വെറുതെ വന്നപ്പോൾ ആ ഒരു പേടിയായി തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് പോവണ്ട,
എന്നിട്ട് ആൾക്ക് എംപ്ലോയർക്ക് മെസ്സേജ് അയച്ചു, എനിക്ക് ബയോമെട്രിക്കിൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ വരാം, കാർഡ് കിട്ടിയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു, എനിക്ക് സെക്കൻഡറി പെർമിറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ആൾക്ക് ഇപ്പോൾ തന്നെ വർക്ക് ചെയ്യാൻ ആളെ വേണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അന്നാണ് ഞാൻ ഈ സത്യാവസ്ഥ അറിയുന്നത്, കാരണം ഇങ്ങനെ ലീഗലി വർക്ക് ചെയ്യണമെങ്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് അറിയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ലീഗലി വർക്ക് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട്, നമുക്കിപ്പോൾ കുറച്ച് സ്റ്റുഡൻസിന് കുറച്ച് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു പോയി. ഞാൻ എല്ലാ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ബയോമെട്രിക് എല്ലാം കഴിഞ്ഞ് കാർഡൊക്കെ കിട്ടിയിട്ട് ഞാൻ വർക്കിന് വരാം, ഒരു 1 മന്ത് പോലും ഇല്ല, അതിനുള്ളിൽ വരാമെന്നൊക്കെ പറഞ്ഞ് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് പോയതാണ്. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബയോമെട്രിക് എല്ലാം കഴിഞ്ഞ് ആളെ കോൺടാക്ട് ചെയ്തു, എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു, ഇനി ഒരു 1 വീക്കിനുള്ളിൽ എനിക്ക് കാർഡ് കിട്ടും, അപ്പോൾ ഞാൻ അത് കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ട് സെക്കൻഡറി പെർമിറ്റിലെല്ലാം അപ്ലൈ ചെയ്യാൻ, എന്നിട്ട് ഞാൻ വന്നു തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞങ്ങൾ വേറൊരാളെ ഹയർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു. അവർ ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല, അവർ പറഞ്ഞു ഞങ്ങൾക്ക് വർക്കേഴ്സിനെ വേണമായിരുന്നു, ഞങ്ങൾ അതുകൊണ്ട് ഹയർ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഞാൻ അന്ന് ഒരു 3-4 ദിവസം തന്നായിരുന്നല്ലോ, അതിൻ്റെ പേയ്മെൻറ്റ് എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ട്രെയിനിങ് ആണ്, അതിന് പേയ്മെൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. എന്നോടൊരു 2 days ട്രെയിനിങ് എന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാനൊരു 4 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ എക്സ്ട്രാ എന്നുള്ളൊരു പൈസ ഞാൻ ചോദിച്ചത്. അപ്പോൾ ആൾ പറഞ്ഞു അത് തരാൻ പറ്റില്ല, അത് നിങ്ങളുടെ ട്രെയിനിങ് പൈസ ആയതുകൊണ്ട് ഞങ്ങൾ ട്രെയിനിങ് ആയിട്ട് കൂട്ടിയത്, അപ്പോൾ അതിൽ പെയ്ഡ് അല്ല എന്ന് പറഞ്ഞു. ശരിക്കും എനിക്ക് സങ്കടം വന്ന് ഭയങ്കര കരച്ചിൽ വന്നു, കാരണം വെളുപ്പിനെ പോയിട്ടൊരു ഞാൻ വീട്ടിൽ നിന്നൊരു 5:30 ആകുമ്പോൾ എനിക്ക് ഒരു 6 മണിയുടെ ബസ്സിന് പോയിക്കൊണ്ടിരുന്നതാണ്. 7 മണി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങും, അല്ലെങ്കിൽ 6:45 ആകുമ്പോൾ ഇറങ്ങിയിട്ട് ഞാൻ വീട്ടിലെത്തിയത് 7:30 ഒക്കെയാണ്. അങ്ങനെ പോയിക്കൊണ്ടിരുന്നതാണ്. അവർ തരില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. പിന്നെ എൻ്റെ റെൻറ്റ് ഡേറ്റും കൂടി ആവാറായ സമയത്തായിരുന്നു ഞാൻ ചോദിച്ചത്. അപ്പോൾ തരില്ല എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും സങ്കടമായി പോയി, കരച്ചിൽ വന്ന് എനിക്ക് ശരിക്കും. പിന്നെ ഞാൻ മെസ്സേജ് അയച്ച ഒരാളെനിക്ക് സീൻ ചെയ്തതല്ലാണ്ട് റിപ്ലൈ ഒന്നും തന്നില്ല. പിന്നെ ഞാൻ കുറേ പേരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അങ്ങനെയാണ് ചിലവർ നമുക്ക് ലീഗലി നിൽക്കാനുള്ള ഒരു ഇതില്ലല്ലോ, വർക്ക് ചെയ്യാനുള്ള ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് ഒച്ചപ്പാടെടുത്ത് ബഹളം വെച്ച് മേടിക്കാനും പറ്റില്ല. കാരണം ഇവിടെ ആരും ലീഗലി ചെയ്യണമെങ്കിൽ സെക്കൻഡറി പെർമിറ്റ് വേണം. സെക്കൻഡറി പെർമിറ്റ് ഇല്ലാണ്ട് നമ്മൾ ചെയ്താൽ ചിലപ്പോൾ അവർക്ക് നമ്മൾ പിടിച്ചു കൊടുക്കാൻ വരെ പറ്റും. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ വലിയതായിട്ട് ആളോട് ഷൗട്ട് ചെയ്യാനൊന്നും പോയില്ല. അതാണ് എൻ്റെ ഒരു വിധി എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇതായിട്ട് പിന്നെ ഇരുന്നു. പിന്നെയും സ്റ്റിൽ പാർട്ട് ടൈം ഒന്നുമില്ല, ഇങ്ങനെ അവിടെ തന്നെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ കംപ്ലീറ്റ്ലി എൻ്റെ കൺട്രോൾ വിട്ടുപോയി തുടങ്ങി. മെൻ്റലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി, ഒരു ഡിപ്രഷൻ മൂഡ് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല, അങ്ങനെ ഇതൊക്കെ ചെയ്ത് തുടങ്ങി. പിന്നെ എനിക്ക് ഫുഡ് സാധനങ്ങളൊക്കെ പയ്യെ തീർന്നു തുടങ്ങിയപ്പോൾ മേടിക്കാനുള്ളൊരു ക്യാഷ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. വീട്ടിൽ നിന്ന് എത്രയെന്ന് വെച്ചാൽ ചോദിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ ചോദിക്കില്ല. അമ്മയൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കും നിനക്ക് എന്തെങ്കിലും മേടിക്കാനായിട്ട് പൈസ വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും ഇല്ല എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടമ്മേ, പൈസ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയും. നമ്മൾ അല്ലാണ്ട് അവരോട് പറയാൻ പറ്റില്ലല്ലോ, കാരണം അവർക്ക് ഓൾറെഡി ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്ക് വന്നിട്ട് പാർട്ട് ടൈം ആയിട്ടില്ല, ഇത്രയും നാളായല്ലോ, ജോലിയൊന്നും ആയില്ല. അതപ്പോൾ അവർക്ക് നല്ല ടെൻഷനായിരുന്നു, കാരണം എൻ്റെ ഒരൊറ്റ ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാനിങ്ങോട്ട് കയറി വന്നത്. അതുകൊണ്ട് അവർ നിർബന്ധിച്ച് വിട്ടതുമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം ഉള്ള കാര്യങ്ങളൊന്നും അധികം പറയാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അത് കഴിഞ്ഞ് എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തീർന്നു തുടങ്ങിയ സമയത്ത് ഞാനൊരു ചേച്ചിനെ പരിചയപ്പെട്ടായിരുന്നു, ഒരു ബിനു എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഓൾറെഡി ഞാനൊരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ചേച്ചിനെ പരിചയപ്പെട്ട്. ചേച്ചിയാണ് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ച് തന്നെ. അപ്പോൾ ചേച്ചി ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി UK പോകാൻ ഉള്ള എല്ലാം സെറ്റായിട്ട് ഇരിക്കുമായിരുന്നു. ചേച്ചി എന്നിട്ട് പറഞ്ഞു ചേച്ചി 2 ദിവസത്തിനുള്ളിൽ പോവാണ്, മോൻ നാളെ ഫ്രീ ആണെങ്കിൽ വാ എന്ന് പറഞ്ഞു, കാരണം വീട്ടിലോട്ടേക്ക് വാ എന്നൊക്കെ പറഞ്ഞു. അവിടെ അടുത്ത് തന്നെയാണ്, ഞാൻ താമസിച്ച് വീടിൻ്റെ അടുത്ത് കുറച്ച് ദൂരമുള്ളൂ, നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. കാരണം ചേച്ചിയാണ് എനിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ട് കണ്ടെയ്നേഴ്സ് കാര്യങ്ങളൊക്കെ ചേച്ചിയാണ് എനിക്ക് തന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ പിന്നെ പലചരക്ക് സാധനങ്ങളൊക്കെ അങ്ങനെ കുറേയൊക്കെ ചേച്ചി തരാറുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന സമയത്ത് ചേച്ചിനോട് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോയി. ചേച്ചിയും ഹസ്ബൻഡും 2 മക്കളുമാണ് ചേച്ചിയുടെ ഫാമിലി. ചേട്ടനാണെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് അവരെന്നോട് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫുഡൊക്കെ തന്ന് ഞാൻ കുറേ നാളുകൾക്ക് ശേഷം മനസ്സ് നിറഞ്ഞ് ഫുഡ് ഒരു കഴിച്ചും കൂടി ഒരു ദിവസമായിരുന്നു. കാരണം അത്രയും വിശപ്പും ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം സാധനങ്ങളൊക്കെ തീർന്നപ്പോൾ നമുക്ക് വേറെ മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ മാക്സിമം ബ്രെഡൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ബ്രെഡും ഈ നുട്ടല്ല അല്ലെങ്കിൽ ജാമൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഫുഡൊക്കെ ഉണ്ടാക്കലും ഒക്കെ ഭയങ്കര സാധനങ്ങളില്ലാത്തതുകൊണ്ട് കുറവായിരുന്നു. എന്നാൽ ഞാൻ പട്ടിണി കിടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ പട്ടിണി കിടന്നിട്ടില്ല. എന്നും ബ്രെഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ ഇങ്ങനെ കഴിക്കുമായിരുന്നു. അതായിരുന്നു എൻ്റെ ഒരു ഫുഡ്. പ്രോപ്പറായിട്ടുള്ളൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഒന്നും കഴിക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. എന്നും ബ്രെഡ് ജാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. എനിക്ക് പട്ടിണി കിടക്കേണ്ട ഒരവസ്ഥ സഹായിച്ച് വന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ബ്രെഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയാലും ഒരു നേരമെങ്കിലും കഴിക്കാറുണ്ടായിരുന്നു.
ആ ഒരു ഇതിൽ പക്ഷേ നമുക്ക് കൊതി വരുമായിരുന്നു. കാരണം ഓരോരുത്തരൊക്കെ ഫുഡ് വയ്ക്കുമ്പോഴൊക്കെ നമുക്ക് കൊതിയൊക്കെ ആവുമല്ലോ, മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് കഴിക്കണം എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറേ വിഷമിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ചേച്ചി വീട്ടിൽ ചെന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ ഫുഡൊക്കെ തന്നു. ചോറ്, മോര് കറി, ബീഫ്, മീൻ പറ്റിച്ചത്, അങ്ങനെയൊക്കെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ചേച്ചി പോകുന്നതുകൊണ്ട് ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും ഞാൻ മനസ്സ് നിറഞ്ഞ് കുറേ ഫുഡ് കഴിച്ചു. അതിന് ചേച്ചി എനിക്ക് കുറേ സാധനങ്ങളൊക്കെ തന്നു വിട്ടു. കുറേ കണ്ടെയ്നർ ബോക്സസ് കാര്യങ്ങളൊക്കെ, ഓരോന്ന് നമുക്ക് ഇട്ട് വയ്ക്കാനുള്ള ബോക്സ് കാര്യങ്ങൾ, പിന്നെ എനിക്ക് കുറേ പലചരക്ക് സാധനങ്ങൾ തന്നു. പിന്നെ ചേച്ചിയുടെ ഒരു സേവിങ്സ് ആയിരുന്നു കുറേ കോയിൻസൊക്കെ, അതെനിക്ക് കുറേ തന്നു. പിന്നെ ചേട്ടനാണെങ്കിലും പോകാൻ നേരത്ത് എനിക്കൊരു 20 യൂറോ പൈസയൊക്കെ തന്നിട്ട് ബ്ലെസ് ചെയ്തിട്ട് പറഞ്ഞു നല്ലത് വരും, പെട്ടെന്ന് ജോലിയൊക്കെ സെറ്റ് ആവും എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ചേച്ചിയാണെങ്കിൽ നല്ല അനുഗ്രഹത്തോടെ തന്നെ എനിക്ക് അവിടെ നിന്ന് എന്നെ വീട്ടിലോട്ട് വിട്ടത്. എനിക്ക് ഭയങ്കര എന്താ പറയുക, അന്ന് എനിക്ക് ശരിക്കും ഭയങ്കര സന്തോഷവും സങ്കടമായി. ശരിക്കും നമ്മളൊരു വീട്ടിൽ നമ്മുടെ അത്രയും അറ്റാച്ച്മെൻ്റ് ആയ ഒരു ആൾ സംസാരിക്കുന്ന പോലെയാണ് അവർ സംസാരിച്ച്. പിള്ളേരാണെങ്കിലും നല്ലോണം സംസാരിച്ചു. എനിക്ക് സങ്കടമായിരുന്നു ശരിക്കും ചേച്ചി, കാരണം ഇവിടെ എനിക്ക് അത്യാവശ്യം അറിയുന്ന ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്നു. വന്ന് കുറച്ച് നാളെല്ലാം പരിചയപ്പെട്ട ഒരു കൂട്ടായിരുന്നു. അപ്പോൾ ചേച്ചി കൂടി പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ ചേച്ചിയുടെ ഭാവി ഒരു ഫ്യൂച്ചറാണ്, ചേച്ചിയുടെ ഫാമിലിയുടെ എല്ലാത്തിനും വേണ്ടിയിട്ട് ചേച്ചി വേറെ സ്ഥലത്തേക്ക് പോയി. ഞാൻ ഇടയ്ക്കൊക്കെ മെസ്സേജൊക്കെ അയക്കുമായിരുന്നു. അങ്ങനെ ചേച്ചി പോയപ്പോൾ എനിക്ക് സങ്കടമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സ്റ്റിൽ ഈ ഒരു ജോലിയില്ലാത്തതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് പോയി. സൂയിസൈഡ് വരെ ചെയ്യണമെന്ന് തോന്നിയൊരു മൊമെൻറ്റ് വരെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷേ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് കടന്നു വന്നൊരു മുഖം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഫേസാണ്. ഞാൻ ഇവിടെയും വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ അമ്മ കാരണമാണ്. കാരണം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം അച്ഛനെ ഞാനങ്ങനെ അധികം കാര്യങ്ങളൊന്നും അറിയിക്കില്ലായിരുന്നു. എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അമ്മേനോടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അമ്മയാണ് എവിടെന്നെങ്കിലും പൈസയൊക്കെ അറേഞ്ച് ചെയ്തെങ്കിലും തന്നെ. അമ്മയ്ക്കൊന്നും ജോലി ഉണ്ടായിരുന്നു. അപ്പം അമ്മ ആരുടെയെങ്കിലും നിന്ന് മേടിച്ചിട്ട് ഒന്ന് പൈസയൊക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തരുമായിരുന്നു. അമ്മ അങ്ങനെ പൈസയൊക്കെ ഒപ്പിച്ചിട്ടാണ് റെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് എനിക്ക് അമ്മയുടെ മുഖം എൻ്റെ മനസ്സിൽ വന്നപ്പോൾ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ചു. എന്ത് വന്നാലും സ്ട്രഗിൾ ചെയ്തിട്ട് നല്ലൊരു ഇത് എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഇതായി. പിന്നെ അങ്ങനത്തെ വിട്ടു. പക്ഷെ ഞാൻ വിളിക്കുമ്പോൾ ചില സമയത്ത് അമ്മ ചോദിക്കാറുണ്ട് എന്താ പറ്റിയത്. എൻ്റെ അമ്മ സൗണ്ടൊക്കെ പലപ്പോഴും ഞാൻ ഒന്നുമില്ലാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യും. കാരണം അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ദേഷ്യപ്പെട്ടിട്ട് എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യും. കാരണം അമ്മേനൊന്നും അറിയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിക്കും ഞാൻ ഇവിടെ വന്നേ പിന്നെയാണ് എൻ്റെ അമ്മയുടെ വില ഞാൻ ശരിക്കും അറിഞ്ഞു തുടങ്ങിയത്. വീട്ടിലൊക്കെ വെച്ച് ഞാൻ ശരിക്കും അതിനൊരു സന്തോഷം ഫുള്ളി ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് എനിക്ക് ഇവിടെ വന്നേ പിന്നെയാണ് അറിഞ്ഞു തുടങ്ങി. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവർ അച്ഛനും അമ്മയും ഞങ്ങൾ നോക്കിയത്. എൻ്റെ അമ്മേനെ എനിക്ക് ഭയങ്കര ഞാനൊരു ഡിഗ്രി പഠിക്കുമ്പോൾ തൊട്ടാണ് ഞാൻ അമ്മേനെ കൂടുതൽ ഇഷ്ടപ്പെട്ട് തുടങ്ങിയത്. ഞാൻ അതിനു മുമ്പേ എനിക്ക് ഇഷ്ടമല്ലെന്നല്ല കേട്ടോ, ഞാനൊരു അച്ഛമ്മോളാണെന്നാണ് എല്ലാവരും പറയുന്നത്. അച്ഛനോടായിരുന്നു കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. ഒരു ഡിഗ്രി ഒക്കെ ആയപ്പോൾ തൊട്ട് ഞാൻ അമ്മയായിട്ടാണ് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയി തുടങ്ങി. ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നാലും അമ്മേനോടാണ് ഫുള്ളി സംസാരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും അവിടെ അടുക്കളയുടെ തന്നെ പോയിരുന്നിട്ട് അമ്മേനോടാണ് ഫുള്ളി സംസാരിക്കുന്നത്. അന്നത്തെ ഡേ കാര്യങ്ങളെല്ലാം അമ്മേനോടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കംപ്ലീറ്റ്ലി അറ്റാച്ച്മെൻ്റ് ആയതാണ്. ഞാൻ അവിടെ നിന്ന സമയത്ത് ഒരു കാര്യത്തിന് അമ്മേനെ ഹെൽപ്പ് ചെയ്യില്ലായിരുന്നു. കാരണം മടിയായിരുന്നു എനിക്ക്. ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യില്ല. അമ്മ ഒന്ന് ചെയ്തു തരുമെന്ന് പറയുമ്പോൾ ഞാൻ ഇഷ്ടമല്ലാത്ത പോലെ ആന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ ഒന്ന് പോരും അങ്ങനെയായിരുന്നു. അതൊക്കെ എനിക്ക് ഇവിടെ വന്ന് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ഓരോന്നും ചെയ്തു തുടങ്ങി. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ അവിടെ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഇതാക്കിയത്. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായപ്പോൾ പിന്നെ ഞാൻ എന്ത് വന്നാലും ഫേസ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് എനിക്ക് കയറി വന്നു. എന്ത് വന്നാലും എൻ്റെ വീട്ടുകാർ കുറേയും എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വിടുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ കുത്തുവാക്ക് കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്തിനാണ് ഇനി വിടുന്നത്. ഓൾറെഡി എൻ്റെ ചേട്ടൻ പോയിട്ട് ഒരു 6-7 മാസം ആയിട്ടില്ല. അവരും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും എന്നെ വിടും എന്ന് പറഞ്ഞപ്പോൾ ആൾക്കാർ ഒരുപാട് പറഞ്ഞതാണ്. പക്ഷെ അച്ഛൻ എൻ്റെ ഇഷ്ടത്തിന് പഠിക്കട്ടെ അല്ലെങ്കിൽ എനിക്കൊരു നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കും ലോണും കാര്യങ്ങളും പൈസയൊക്കെ ഒപ്പിച്ച് എന്നെ വിട്ടത്. അപ്പോൾ അതിങ്ങനെ കുറേ ആൾക്കാരുടെ കുത്തുവാക്കും കാര്യങ്ങളൊക്കെ എൻ്റെ വീട്ടുകാർ കേട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഒരിത് ചെയ്താൽ അവർ ഇനിയും അത് കേട്ടുകൊണ്ടിരിക്കും. കാരണം ഇങ്ങനെ ആയി എന്നൊക്കെ പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ അവരിത്രയും കഷ്ടപ്പെട്ടതിന് ഒരു വാല്യൂ ഇല്ലാതെ പോലും. അതുകൊണ്ട് പിന്നെ ഞാൻ ഇനി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കില്ല എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ മൈൻഡിൽ നിന്ന് അങ്ങനെ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം കളഞ്ഞു. ഞാൻ ഒരു എന്ത് വന്നാലും ഇനി സ്ട്രഗിൾ ചെയ്തിട്ട് എന്നെ മുന്നോട്ട് പോകും എന്നുള്ള ഇതിൽ അങ്ങനെ പോയി. പിന്നെ ഇവിടെ ഒരു
പള്ളി ഉണ്ടായിരുന്നു, മെലീഹയിൽ. ഞാൻ വന്നിട്ട് അധികം വന്ന സമയത്തൊന്നും പോയിട്ടില്ല. റൂമിലെ ചേച്ചി ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ അവിടെ പോയി പ്രാർത്ഥിച്ച് ഇങ്ങനെ എഴുതിയൊക്കെ ഇട്ട് വരുന്നു ഞാൻ. അങ്ങനെ എഴുതിയിട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ കുറച്ചൊക്കെ കാര്യങ്ങൾ എല്ലാം നന്നായി തുടങ്ങി എന്നുള്ളൊരു ഇത് എനിക്ക് വന്നു തുടങ്ങി. പിന്നെ എനിക്ക് മെയിൻലി ഉള്ളൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നുള്ള പൈസ ചോദിക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നി. ഒരു മാസം 10, 30, 35 അടുത്തൊക്കെ വീട്ടിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ചില സമയത്ത് യൂട്ടിലിറ്റി ബില്ല് നല്ലോണം കയറി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ റെൻറ്റ് യൂട്ടിലിറ്റി എനിക്ക് 290, 300 അടുത്തൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്നത് ചോദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ വീട് മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ഹൗസ് ഓണർ റെൻറ്റ് ചോദിക്കുമ്പോൾ ഞാൻ പറയും വീട്ടിൽ നിന്ന് എനിക്ക് അയച്ചു തന്നിട്ടില്ല, 2 ദിവസം 3 ദിവസം എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കും ബുദ്ധിമുട്ടായി തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് റൂം മാറാമെന്ന് കരുതി ഞാൻ റൂം മാറാനിരുന്നു. ഞാൻ മാറാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പുറത്തെ മുറിയിലുള്ള ഒരു ഫ്രണ്ട് ഉണ്ട്, അവിടെ വെച്ച് വീട്ടിൽ വെച്ച് പരിചയപ്പെട്ടാണ് ദേവു. അവളും മാറാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ വീട് നോക്കാൻ തുടങ്ങി. എനിക്ക് അവിടെ ആകെ പിന്നെയും കുറച്ചുകൂടി കമ്പനിയായിട്ട് തോന്നിയത് അവൾ മാത്രമായിരുന്നു. എന്നെക്കാളും 2 വയസ്സ് 3 വയസ്സിന് മൂത്തതാണ്. പക്ഷെ നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സെയിം സിറ്റുവേഷനിൽ നമുക്ക് പെട്ടെന്ന് നമ്മളായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ ആൾക്കാരായിട്ട് നമ്മൾ പെട്ടെന്ന് കണക്ട് ആവുമല്ലോ. അവളും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങളൊരു ചേച്ചി ഇരിക്കുന്നുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്ക് വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുക്ക് ചെയ്യുമ്പോഴൊക്കെയാണെങ്കിലും ഞങ്ങൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാൻ തുടങ്ങി. അവളും എന്തെങ്കിലും വെക്കുമ്പോഴൊക്കെ എനിക്കും തരും. ഞാനെന്തെങ്കിലും വെക്കുവാണെങ്കിൽ ഞാനും വെക്കുകയെന്ന് പറയുകയാണെങ്കിൽ കൂടുതലും ഞാൻ ഈ ബ്രെഡ് ടോസ്റ്റ് കാര്യങ്ങളും അങ്ങനത്തെയൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ വയ്ക്കുമ്പോൾ അവൾക്കും പാസ്തയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനും അവൾക്കും അങ്ങനെ കൊടുത്ത് ഞങ്ങളുടെ ചെറിയ ചെറിയ ഹാപ്പിനെസ്, ഞങ്ങൾ ചിലപ്പോൾ പുറത്തൊക്കെ പോയിരിക്കും. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ വന്നു തുടങ്ങി. കുറച്ചൊക്കെ എൻ്റെ ലൈഫ് ഒന്ന് മാറി തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വീട് മാറണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. കാരണം എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല റെൻറ്റിൻ്റെ കാര്യത്തിൽ. വീട് തപ്പി തുടങ്ങി. മാർച്ചൊക്കെ ആയപ്പോൾ തൊട്ട് ഞാൻ വീട് തപ്പി തുടങ്ങി. മാർച്ച് ലാസ്റ്റൊക്കെ ആയപ്പോൾ തൊട്ടാണ് വീട് തപ്പി തുടങ്ങിയത്. എങ്ങും കിട്ടാനുണ്ടായിരുന്നില്ല അന്ന്. പക്ഷെ വിൻ്റർ സമയമാണെങ്കിലും വീടൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നോക്കി ബെഡ് സ്പേസ് ഒക്കെ ഇങ്ങനെ കണ്ടു. ഞങ്ങൾക്ക് 2 പേർക്കും വേണമല്ലോ. ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ സ്ഥലത്ത് ഞങ്ങൾ പോയി നോക്കിയപ്പോൾ തീരെ വൃത്തിയില്ല, നമുക്കൊട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിട്ട് എടുക്കാം. ബാക്കി നമ്മൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച 2-3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവന്മാർ കൂടി വീട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഒരു വീട് എടുക്കുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലല്ലോ, നമുക്ക് അറിയുന്നവരാണെങ്കിൽ കുഴപ്പമില്ലാന്ന് വിചാരിച്ചു ഞങ്ങൾ വീട് നോക്കാൻ തുടങ്ങി. അങ്ങനെ വീട് നോക്കി കാരണം ഒരു വീട് കിട്ടി. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒന്ന് നോക്കി. അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഒറ്റ ബാത്റൂമേ ഉള്ളൂ, പിന്നെ 2 മുറിയാണ് ഉള്ളത്. എനിക്ക് നമ്മൾ അറിയുന്ന ഫ്രണ്ട്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഒരു ബാത്റൂം ഉള്ളതും കൊണ്ട് ഞങ്ങൾ പറഞ്ഞു ചിലപ്പോൾ മിക്സഡ് നിൽക്കാൻ നമ്മളിപ്പോൾ വേറെ ആൾക്കാരെ ആരെങ്കിലും റീപ്ലേസ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ അഡ്ജസ്റ്റഡ് ആവില്ലല്ലോ. അപ്പോൾ അവന്മാർ പറഞ്ഞു കുഴപ്പമില്ലാന്ന് ഞങ്ങൾ വേറെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവന്മാർ വേറെ നോക്കി. ഞങ്ങൾ ഈ വീടെടുത്തു. അപ്പോൾ ഞാനും അവളും മാത്രമേ ഉള്ളൂ. അവരും കൂടി വരുവായിരുന്നെങ്കിലാണ് ഞങ്ങൾ ഈ വീട് എടുക്കാനാണ്. അപ്പോൾ ഈ വീട് വന്ന് കണ്ടപ്പോൾ ഓണർ പറഞ്ഞു നിങ്ങൾ പെട്ടെന്ന് തന്നെ തീരുമാനം പറയണം, നെക്സ്റ്റ് വീക്കിനുള്ളിൽ തീരുമാനം പറയണം എന്ന് പറഞ്ഞു. രണ്ടും കൽപ്പിച്ച് നമ്മൾ തീരുമാനം പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് തരണം എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ ആഡ് ഇട്ടു, ഇങ്ങനെ ബെഡ് സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 3 പേരെയും കൂടി എക്സ്ട്രാ കണ്ടുപിടിച്ചിട്ടാണ് ഈ വീടെടുത്ത് May 1 ആയപ്പോഴേക്കും വീട്ടിലോട്ടേക്ക് മാറിയപ്പോൾ തന്നെ എൻ്റെ മൈൻഡ് പകുതി ക്ലിയറായി. കാരണം കുറേ ഒരു ഇതിൽ നിന്ന് മാറിയപ്പോൾ തന്നെ എനിക്ക് ഫുള്ളി മൈൻഡൊന്ന് സെറ്റായി. കാരണം അവിടെ വീട് എനിക്ക് ഓക്കെ ആയിരുന്നു, പക്ഷെ ചില സമയത്ത് എനിക്ക് നമ്മൾ മെൻ്റലി ഒന്നും നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ഞാൻ ഇങ്ങോട്ട് വീടൊക്കെ മാറി. വീട് മാറിക്കഴിഞ്ഞ് പയ്യൊന്ന് സെറ്റായി. ആ ടൈമിൽ എനിക്കൊരു പാർട്ട് ടൈം ആയിട്ട് കിട്ടിയായിരുന്നു. അതും ദൈവത്തിൻ്റെ ഒരു ഇതുകൊണ്ടാണ്. കാരണം ഞാൻ കറക്റ്റ് ആ വെളിയെ പോയി എഴുതിയിട്ട് ആ ഒരു ഇതിൽ തന്നെ എനിക്കൊരു പാർട്ട് ടൈം കിട്ടി. അതൊരു ചേച്ചി പറഞ്ഞിട്ട് ഒരു പാർട്ട് ടൈം കിട്ടിയതാണ്. ആ ചേച്ചിക്ക് വന്നൊരു പാർട്ട് ടൈമാണ്. അപ്പോൾ ചേച്ചി നാട്ടിൽ പോകുന്നതുകൊണ്ട് ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഇങ്ങനെ ജോലിയൊന്നും ഇല്ലാണ്ട് ഇരിക്കാൻ കുറേ നാളെ വന്നിട്ടെന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞിട്ട് കിട്ടിയൊരു പാർട്ട് ടൈമാണ്. ആഴ്ചയിൽ 2 ദിവസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ആ പാർട്ട് ടൈമിന് കുറച്ച് ആൾ പോയായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻകമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പക്ഷെ അതെൻ്റെ റെൻറ്റിന് പോലും തികയുന്നുണ്ടായിരുന്നില്ല. റെൻറ്റിന് പോലും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. റെൻറ്റ് യൂട്ടിലിറ്റി കൊടുക്കാൻ എനിക്ക് പൈസ തികയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മേടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് മേടിക്കുന്നത് പൈസ കുറഞ്ഞു. ഒരു 10,000 അല്ലെങ്കിൽ ഒരു 7,000 8,000 ഞാൻ വീട്ടിൽ നിന്ന് മേടിച്ചുകൊണ്ടിരുന്നുള്ളൂ. ബാക്കി അതിൽ നിന്ന് എടുക്കുമായിരുന്നു. അങ്ങനെ അതിൽ ഒരു 4 മാസം ഞാൻ ആ ഒരു ഇതിൽ നിന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ക്ലാസ് തീർന്നു. ഈ വീടായിട്ട് ഞാൻ നന്നായിട്ട് അഡ്ജസ്റ്റഡ് ആയിരുന്നു. നല്ല വന്ന ആൾക്കാരൊക്കെ ആയിട്ട് കുഴപ്പമില്ല, നമ്മൾ ഹാപ്പി ആയിട്ട് ഞാൻ സന്തോഷം തുടങ്ങി. കാരണം
ഇത്രയും നാളില്ലാത്തൊരു ഹാപ്പിനെസ് ഒക്കെ വന്നു തുടങ്ങി ലൈഫിൽ ഇവിടെ വന്നേ പിന്നെ. അപ്പോൾ ഞാൻ നന്നായിട്ട് ഒറ്റപ്പെടലിൽ നിന്നൊക്കെ ഒന്ന് മാറി ഞാൻ നന്നായിട്ട് ഹാപ്പി ആയി തുടങ്ങി. അങ്ങനെ എൻ്റെ ക്ലാസ്സൊക്കെ തീർന്നു. ജൂലൈയിൽ എൻ്റെ ക്ലാസ്സൊക്കെ തീർന്നു. ഞാൻ എൻ്റെ പിന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഓഗസ്റ്റ് ആയപ്പോൾ എന്നെ പ്ലേസ്മെൻറ്റിന് വിട്ടു. പ്ലേസ്മെൻറ്റിൽ വിട്ട് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസം ഉണ്ടായിരുന്നില്ല, 10-15 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞാനത് എനിക്ക് ഡെയിലി പോയിട്ട് വയ്യാണ്ടായി തുടങ്ങുന്നു. കാരണം നടുവൊക്കെ നല്ലോണം പൊട്ടിയിട്ട് എനിക്ക് വയ്യാണ്ടായതുകൊണ്ട് കെയർ ഹോമിലായിരുന്നു പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഞാനത് ഒരു വീക്കിൽ 2-3 ഒക്കെ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പ്ലേസ്മെൻറ്റ് 1 മന്തിന് മുന്നേ തീർത്തു. എല്ലാം കംപ്ലീറ്റഡ് ആയിട്ട് ഓഗസ്റ്റിലെല്ലാം കഴിഞ്ഞ്. അവിടെ ഞാൻ നന്നായിട്ട് അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ പ്ലേസ്മെൻറ്റ് പോയപ്പോൾ അവിടുത്തെ റെസിഡൻസ് ഒക്കെ ആയിട്ട് ഞാൻ നന്നായിട്ട് അറ്റാച്ച് ആയി തുടങ്ങിയിരുന്നു. അമ്മൂമ്മമാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പോയിരുന്ന ലാസ്റ്റ് ഡേ ഇതുപോലെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അവർ പറഞ്ഞു സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് തന്നു നോക്ക്, ഇവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ കയറാമല്ലോ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ അവിടെ നിന്ന് പോന്നു. പിന്നെ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയ സമയത്ത് ഞാൻ അവിടെ കൊടുത്തു. ഇതെല്ലാം കെയർ ഹോമിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൊടുത്ത സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അവൻ വർക്ക് ചെയ്യുന്നിടത്ത് എന്നോടൊന്ന് കൊടുത്തു നോക്കാൻ പറഞ്ഞു. ഓൾറെഡി ഞാൻ പാർട്ട് ടൈം ആയിട്ട് അവിടെ കൊടുത്തതാണ്. നേരിട്ട് കൊണ്ട് കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ വേക്കൻസി ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് തിരിച്ചു വിട്ടത്. അപ്പോൾ അവിടെ ഒന്ന് ഫുൾ ടൈമിന് കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഫുൾ ടൈമിന് കൊടുത്തു. എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു, ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞിട്ട് മെയിൽ വന്നു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് സെലക്റ്റായി. അതിനിപ്പോൾ അവരെന്നോട് പറഞ്ഞു ഒരു 10 ദിവസത്തെ അൺപെയ്ഡ് ട്രെയിനിങ് ഉണ്ട്, അതിന് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അവർ ബാക്കി തീരുമാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഇൻ്റർവ്യൂ സെക്ഷൻ ഓക്കെ ആയതുകൊണ്ടാണ് അവർ ട്രെയിനിങ് അങ്ങനെ ഞാൻ പോയി. നഷാർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തായിരുന്നു ട്രെയിനിങ്. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ഞാൻ ട്രെയിനിങ് ഒക്കെ കംപ്ലീറ്റ് ആയി. ഒരു 8ാമത്തെ ദിവസമായപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ട്രെയിനിങ് വേണ്ട, ഇനി ട്രെയിനിങ്ങിന് വരണ്ട, സെലക്റ്റഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. 10 ദിവസം പറഞ്ഞാൽ 8ഒക്കെ ആയപ്പോഴേക്കും എന്നോട് പറഞ്ഞു ഓക്കെ സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞ്. ഞാൻ പട്ടി പണിയെടുത്തില്ല, നമ്മൾ 8 ദിവസം പട്ടി പണിയെടുത്ത് കാണിച്ചു കൊടുത്തുകൊണ്ടാന്ന് പറഞ്ഞു. കാരണം 8ാമത്തെ ദിവസമായപ്പോൾ അവർ പറഞ്ഞു സെലക്റ്റഡ് ആയെന്ന് പറഞ്ഞ് എനിക്ക് മെയിൽ വന്നു. കോൺട്രാക്റ്റ് കാര്യങ്ങളെല്ലാം അയച്ചു തന്നു. എല്ലാതായി. ഒക്ടോബറൊക്കെ ആയപ്പോഴേക്കും എല്ലാം ഒരു സെറ്റായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം എന്ന് പറയാൻ ഭയങ്കര ഇതായി, കാരണം ഒരു ജോലി കിട്ടിയില്ല ഒന്നാണ്. അങ്ങനെ ഞാനിങ്ങനെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഇങ്ങനെ ജോലി കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഇതിന് അവിടെ കയറുന്നത്, അവിടെ സാലറി കുറവാണ്. ഇപ്പോൾ അവിടെ ഏറ്റവും സാലറി കുറവ്, പെർ അവർ സാലറി കുറവ് അവിടെയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നീ ഇതിന് അവിടെ കയറാൻ പോകുന്നത്, തീരെ പൈസ ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ ഒരു ജോലിയാണ് ആവശ്യം, എനിക്ക് എന്തായാലും ഒരു ജോലി വേണം, കാരണം ഇനി എനിക്ക് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല, അതുകൊണ്ട് എനിക്കൊരു ജോലി ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ കയറി. എൻ്റെ പേപ്പറും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ എൻ്റെ മെഡിക്കൽ കാര്യങ്ങളൊക്കെ അവരെന്നോട് എടുക്കാൻ പറഞ്ഞു. ഞാൻ എല്ലാം എടുത്ത് വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ കാർഡ് ഡിസംബർ വരെ സ്റ്റുഡൻസ് കാർഡ് ഉണ്ടായിരുന്നു. ഞാനൊരു ഒക്ടോബർ ലാസ്റ്റ് നവംബറൊക്കെ ആയപ്പോഴേക്കും എല്ലാം കൊടുത്തു. പക്ഷെ എനിക്ക് മെഡിക്കൽ മാത്രം കിട്ടിയില്ല. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ചെസ്റ്റ് എക്സ്റേ ഒക്കെ നോർമലായിരുന്നു, കുഴപ്പമുണ്ടായിരുന്നു. ബ്ലഡ് ടെസ്റ്റിൽ വന്നപ്പോൾ എനിക്കൊരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് മെഡിക്കൽ അപ്രൂവൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നില്ല, ഫസ്റ്റ് ടൈമല്ലേ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്, എനിക്കതിനെ പറ്റിയൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. എൻ്റെ കാർഡ് തീരാൻ ഒരു 2 ആഴ്ച 3 ആഴ്ച മുന്നേ ഞാൻ എൻ്റെ പിള്ളേർക്ക് മെയിൽ അയച്ചുകൊണ്ടിരുന്നു എനിക്ക് ഈ കാർഡ് പെട്ടെന്ന് വെക്കിന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ പറഞ്ഞു ഇനി ഇത്ര ദിവസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു മെഡിക്കൽ കിട്ടിയിട്ടില്ല, മെഡിക്കൽ കിട്ടാണ്ട് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തലേ ദിവസവും ഞാനിങ്ങനെ ആളോട് പുഷ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞു ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇനി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ അതും ആ ഡോക്യുമെൻ്റ് കൊണ്ട് കിട്ടിയാൽ സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ കെയർ ഹോമിൽ കുറച്ച് അറിയുന്ന ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ ചോദിച്ചു നോക്കിയായിരുന്നു. കോൺടാക്ട്സ് ഉണ്ടായിരുന്നു കുറേ പേരായിട്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരായിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളുടെ ഇങ്ങനെ തന്നെയാണ്, ലേറ്റാക്കി ആയിട്ടാണ് വെച്ചിട്ടുണ്ട്, പക്ഷെ ചിലർക്ക് കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും വലിയ ഇതാക്കിയില്ല. എൻ്റെ ഡിസംബർ 4 എൻ്റെ കാർഡ് എക്സ്പയർ ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എക്സ്പയർ ആവുന്നതിന് മുന്നേ വെക്കണമായിരുന്നു, ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എന്നുള്ളത് ഞാൻ അറിഞ്ഞത്. കാരണം ഇതൊന്നും നമ്മൾ അറിയില്ലാത്തതാണ് ഏറ്റവും വലിയ എനിക്ക് പറ്റിയൊരു മണ്ടത്തരം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പിന്നെ ഫുള്ളി എൻ്റെ കയ്യിൽ പോയി. ഞാൻ പിന്നെ എന്നും മെയിൽ അയക്കാൻ പോയി തുടങ്ങിയപ്പോൾ ആൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു. ആൾ ലീവിലായിരുന്നു. അപ്പോൾ ആൾ ലീവിലായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ കുറേ മെയിൽ അയച്ച് ലാസ്റ്റ് ആളെനിക്ക് എൻ്റെ മെഡിക്കലി പ്രശ്നമുള്ളത് കൊണ്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. മെറ്റർഡേയിലും അതുപോലെ തന്നെ PHAയിലും എനിക്കൊരു അപ്പോയിൻമെൻറ്റ് എടുത്തു തന്നു. അങ്ങനെ അപ്പോയിൻമെൻറ്റ് എടുത്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഒരു 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. പക്ഷെ അന്ന് എനിക്ക് ടെമ്പററി അപ്രൂവൽ തന്നു, 3 മാസം വരെ നമുക്കിത് വെച്ചിട്ട് വർക്ക് അതിന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്.
ഐഡൻറ്റിറ്റിയിൽ അതിന് മുന്നേ എന്തെങ്കിലും വരുവാണെങ്കിൽ ഇത് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് 3 മാസത്തെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ എംപ്ലോയർ ത്രൂ എനിക്ക് ഡയറക്റ്റ് എംപ്ലോയർ നേരിട്ട് എടുത്തുന്ന അപ്പോയിൻമെൻറ്റ്. അതുകൊണ്ട് എനിക്കൊരു കിട്ടി. ഒരു ഫെബ്രുവരി ഒക്കെ ആയപ്പോഴേക്കും ഒരു 4th 2nd ഒക്കെ ആയപ്പോഴേക്കും എനിക്ക് ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. ഞാൻ പോയി കണ്ടു, ഡോക്ടറിനെ കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. എൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ എംപ്ലോയർ എന്നിട്ട് ഫെബ്രുവരിയിൽ ഇപ്പോൾ എനിക്ക് ടെമ്പററി അപ്രൂവൽ കിട്ടിയതുകൊണ്ട് എംപ്ലോയർ കാർഡിന് വെച്ചു. അപ്പോൾ ഞാൻ 2.5 മാസം ഇല്ലീഗലായിട്ടാണ് മാൾട്ടയിൽ നിന്നത്. എൻ്റെ കാർഡ് ഡിസംബറിലാണ് തീർന്നത്, പക്ഷേ എൻ്റെ കാർഡ് വെച്ചത് ഫെബ്രുവരിയിലാണ്. അപ്പോൾ ഞാൻ 2.5 മാസം ഇല്ലീഗലായിട്ടാണ് നിന്നത്. അതൊന്നും എനിക്കറിയില്ലായിരുന്നു, ഇത്ര വലിയ പ്രശ്നമാണോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ കൂളായിട്ട് പുറത്തേക്കൂടെയൊക്കെ ഇറങ്ങി നടന്നു. പക്ഷേ ആ പുറത്തിറങ്ങി നടന്ന് എന്തെങ്കിലും ചെക്കിങ് പിടിച്ചാൽ ഞാൻ ഓൾറെഡി നാട്ടിലേക്ക് ഡിപ്പോർട്ട് ആയതുകൊണ്ട് ഒരാളായിരുന്നു. അതൊക്കെ ദൈവത്തിൻ്റെ ഒരു ഭാഗ്യമായിരിക്കും. കാരണം ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. മെലീഹയിലൊക്കെ പോയി അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെക്കിങ് ഒക്കെ ഏരിയക്കൂടെയൊക്കെയാണ് കൂടുതലും നടന്നിട്ടുണ്ട്. അവരൊരു കാർഡ് കാണിച്ചു തരാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ പ്രോപ്പറായിട്ടുള്ള വാലിഡ് കാർഡ് പോലും ഇല്ലാത്തൊരു ടൈമായിരുന്നു. അത്രയും ഞാൻ കഷ്ടപ്പെട്ടു. മെൻ്റലി ഫുൾ വയ്യാണ്ടായി. മെൻ്റലി ഞാൻ സ്ട്രെസ്സായി. എനിക്ക് വയ്യാണ്ടായി തുടങ്ങി. എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഇങ്ങനെ ഇതറിഞ്ഞു, ഇങ്ങനെ ഇല്ലീഗൽ ആർന്നെന്നുള്ള അറിഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ കയറി. ആ ടൈമിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് രാത്രിയൊക്കെ നെഞ്ചുവേദനയൊക്കെ വരുമായിരുന്നു. അങ്ങനെ വയ്യാണ്ടായിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ PHC പോയി. ഇവിടുത്തെ ഒരു പബ്ലിക് ഹെൽത്ത് സെൻ്ററിലാണ്. അപ്പോൾ പോയ സമയത്ത് എന്ന് പറയുകയാണെങ്കിൽ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ നെഞ്ചുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ECG ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ECG ചെക്ക് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു ECGയിൽ ചെറിയൊരു വേരിയേഷൻ കാണിക്കുന്നുണ്ട്, ഞങ്ങളെന്നാൽ മെറ്റഡയിലേക്ക് റെഫർ ചെയ്യുക, നിങ്ങൾ ഇവിടുന്ന് ആംബുലൻസിൽ മെറ്റഡയിലോട്ടേക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് പേടിയായി പെട്ടെന്ന്. കാരണം എനിക്കൊരു വാലിഡ് കാർഡില്ല. ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ അവിടെ ചെന്നതൊക്കെ ആയി പ്രശ്നമാവും, അങ്ങനെ പോലീസ് കാര്യങ്ങൾ ചെക്കിങ്ങൊക്കെ വന്ന് പണിയാവുമെന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ നാളെ പോയിക്കോളാം ഹോസ്പിറ്റലിൽ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയപ്പോൾ അവർ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്തായാലും വിട്ടേ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ നാളെ പൊക്കോളാം, നാളെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ എൻ്റെ കൺസെൻറ്റ് ചെയ്ത് മേടിച്ചു. എന്തെങ്കിലും പറ്റിയ അവരുടെ റെസ്പോൺസിബിലിറ്റി അല്ല എന്ന് പറഞ്ഞിട്ടൊരു കൺസെൻറ്റ് അവർ എഴുതി മേടിച്ചു. ഞാൻ ഒപ്പിട്ടൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് പോന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വന്ന് കഴിഞ്ഞ് കുറേ റെസ്റ്റൊക്കെ എടുത്ത് എൻ്റെ റൂംമേറ്റ് ആണെങ്കിൽ അവൾ പറഞ്ഞു നിന്ന് റിലാക്സ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഗ്യാസൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ചെസ്റ്റിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ രാത്രി ജീരകവെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ച് അങ്ങനെ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് പേടി കയറിയിട്ട് പെട്ടെന്നായിപ്പോയി. അങ്ങനെ എല്ലാം ഒന്ന് സെറ്റായി ഇതായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് പെട്ടെന്ന് വയ്യായികയായിരുന്നു. എപ്പോഴും എനിക്ക് വയ്യാണ്ടാവുമായിരുന്നു. കാരണം നമ്മൾ മെൻ്റലി ഓക്കെ അല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കരമായിട്ട് വയ്യാണ്ടാവുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കാർഡ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു പ്രിവ്യൂ വരുന്നത്. എൻ്റെ ന്യൂവസ്റ്റ് വിസ വെക്കാൻ പറഞ്ഞിട്ട് എനിക്കൊരു പ്രിവ്യൂ വന്നു. അപ്പോൾ എനിക്ക് ന്യൂവസ്റ്റ് വിസ അതെന്താ സംഭവം എന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു വക്കീലിനെ കോൺടാക്ട് ചെയ്തു. കാരണം മിക്കവരും അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അറിയുന്നവരൊക്കെ. അപ്പോൾ ഞാനൊരു വക്കീലിനെ ലോയറിനെ കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഇങ്ങനെ എല്ലാം പറഞ്ഞു കൊടുത്തു. എൻ്റെ കാർഡിൽ നിന്ന് ഇങ്ങനെ തീർന്നതാണ്, ഇങ്ങനെ ഒരു പ്രോബ്ലം ഇതിൽ ബ്ലഡ് റിസൾട്ടിൽ കാണിച്ചതുകൊണ്ട് എനിക്കിങ്ങനെ മെഡിക്കൽ കിട്ടാണ്ടിരുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുള്ളി പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു ഓക്കെ നമുക്കെന്നാൽ ഒരു ലീഗൽ ലെറ്റർ വെച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഒരു ലീഗലി ലെറ്റർ വക്കീൽ തന്നിട്ട് അത് എൻ്റെ എംപ്ലോയർക്ക് കൊടുത്തു. എംപ്ലോയർ അത് ഐഡൻറ്റിറ്റിയിൽ സബ്മിറ്റ് ചെയ്തു. കാരണം ഞാൻ ന്യൂവസ്റ്റ് വിസ എന്ന് പറയാൻ വെക്കാനായിട്ട് ഞാനെങ്ങും പോയിട്ടില്ല. ഞാൻ ഇവിടെ സ്റ്റിൽ 2023 വന്നതാണ് ഞാൻ മാൾട്ടയിൽ. ഇതുവരെ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വേറെ കൺട്രിയിലോട്ട് ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇവർ ഈ 2.5 മാസം ഞാൻ എവിടെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ എങ്ങും പോയിട്ടില്ല, സ്റ്റിൽ മാൾട്ടയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്ന് ക്ലാരിഫൈ ചെയ്തുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് വെക്കാൻ പറഞ്ഞു. അങ്ങനെ ലീഗൽ ലെറ്റർ എല്ലാ കാര്യങ്ങളും വെച്ചു. അത് വെച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മെയിൽ വന്നു ഇല്ലീഗൽ എമിഗ്രേഷൻ, ഞാനൊരു ഇല്ലീഗൽ എമിഗ്രൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഒഫീഷ്യലി ഒരു മെയിൽ വന്നു. അതും കൂടി കണ്ടപ്പോൾ എൻ്റെ കിളി പോയി. സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്താവും എന്നുള്ളതാണ്. വീട്ടിലേക്ക് ഇങ്ങനെ എല്ലാ കാര്യവും പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വീട്ടിലിങ്ങനെ ചെറിയ ഇതൊക്കെ സൂചനകൾ കൊടുത്തു, ചിലപ്പോൾ ഞാൻ നാട്ടിലേക്ക് വരും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടുകാർക്ക് ഇങ്ങനെ വയ്യാണ്ടായപ്പോൾ തൊട്ട് തന്നെ പറഞ്ഞിരുന്നു പറ്റില്ലെങ്കിൽ പോട്ടെ, പൈസേനേക്കാളും വലുതല്ലേ നീയും നിൻ്റെ ആരോഗ്യം ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞു. ചേട്ടനും പറഞ്ഞു കടമല്ലേ, അത് നമുക്ക് എങ്ങനെയെങ്കിലും തീർക്കാം, നീ പറ്റുന്നില്ലെങ്കിൽ പോരെ എന്നാണ് വീട്ടുകാരും ചേട്ടനും എല്ലാവരും പറഞ്ഞു. പക്ഷേ എനിക്ക് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ഒന്നും കൂടി സങ്കടം കൂടി. കാരണം ഇത്രയും ബാധ്യത, ഓൾറെഡി വന്ന ബാധ്യതയും പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അവർ ഒരുപാട് പൈസ അയച്ചിരുന്നു. ആ ബാധ്യതയെല്ലാം അവരെ കൊണ്ട് എപ്പോൾ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഒന്നുമില്ല കുഴപ്പമില്ലെങ്കിൽ എന്ത് വന്നാലും ഇത്ര എത്തിയില്ലേ, ഞാൻ പിടിച്ചു നിന്നോളാം എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇതായിട്ട് പോയി. വക്കീലിനും ഉള്ളൊരു പേയ്മെൻറ്റ്, നല്ലൊരു പേയ്മെൻറ്റ് ഇവിടെ പോകുന്നുണ്ട്. എനിക്ക് വക്കീലിന് നല്ലൊരു പൈസയായി.
ഐഡൻറ്റിറ്റിയിൽ ഓൾറെഡി ആപ്ലിക്കേഷൻ വെച്ചു, ഒരു പൈസയായി. അങ്ങനെ പൈസ കുറേ പോകുന്നതാണ്, അതൊക്കെ വീട്ടിൽ നിന്നാണ് പൈസ അയച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു എമൗണ്ട് പോയി. ഇല്ലീഗൽ ഇമിഗ്രേഷൻ വന്നപ്പോഴും വക്കീൽ എന്നിട്ട് ഒരു ലീഗൽ ലെറ്റർ കൂടി തന്ന് അത് വീണ്ടും എംപ്ലോയറിനോട് വെക്കാൻ പറഞ്ഞു. എംപ്ലോയർ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ വക്കീൽ ഡയറക്റ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് ഒരു മെയിൽ അയച്ചു. ഞാനൊരു ഡയറക്റ്റ് മെയിൽ അയച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരു മെയിൽ അയച്ചു. വക്കീൽ അയച്ചത് ഈ ഇമിഗ്രേഷൻ ആൻഡ് അഫയേഴ്സിൻ്റെ ഒരു ഹെഡിലേക്കാണ് അയച്ചത്. പക്ഷെ ആൾ ഔട്ട് ഓഫ് കൺട്രി ആയിരുന്നു ആ ടൈമിൽ. അവരുടെ ഓഫീസിൽ നിന്നുള്ള റിപ്ലൈ വന്നത് ഔട്ട് ഓഫ് കൺട്രി ആണെന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്നോട് പറഞ്ഞു 1 വീക്ക് കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നമുക്കൊന്നും കൂടി നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 1 വീക്കും കൂടി കഴിഞ്ഞിട്ട് ഞാൻ മെയിൽ അയച്ചു, വക്കീൽ മെയിൽ അയച്ചു, ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എൻക്വയറി ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ട് വക്കീൽ ഒന്നുകൂടി ആളൊക്കെ ഒന്ന് മെയിൽ അയച്ചു, ഐഡൻറ്റിറ്റിയിലോട്ട് മെയിൽ അയച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞു. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ എനിക്ക് മെഡിക്കൽ ഡിസ്ചാർജ് എനിക്ക് ഓൾറെഡി ഡിസ്ചാർജ് ആയിരുന്നു. എൻ്റെ 3 മാസം ട്രീറ്റ്മെൻറ്റ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഡിസ്ചാർജ് സമ്മറി കിട്ടി. ആ ടൈമിൽ തന്നെ എനിക്ക് മെഡിക്കൽ അപ്രൂവലും കിട്ടി. അപ്പോൾ അതെല്ലാം വക്കീൽ ആ ടൈമിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. ആ ടൈമിൽ പുള്ളിക്കാരി മറ്റേ ഹെഡ് വന്ന ടൈമിൽ തന്നെ എനിക്കതെല്ലാം കിട്ടിയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ അതെല്ലാം അയച്ചു കൊടുത്തിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഐഡൻറ്റിറ്റിയിൽ എനിക്ക് ഒഫീഷ്യലി മെയിൽ വന്നത് അവരൊരു സെക്കൻഡ് ചാൻസ് കൂടി എനിക്ക് തരാം, കാരണം ഇതൊരു ജെന്യുവിൻ കേസാണെന്ന് തോന്നിയത് കൊണ്ട് അവരെനിക്കൊരു സെക്കൻഡ് ചാൻസ് കൂടി തരാം, 10 ദിവസത്തിനുള്ളിൽ ഒരു കംപ്ലീറ്റ് ന്യൂ ആപ്ലിക്കേഷൻ വെക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ എംപ്ലോയറിനോട് ഞാൻ കാര്യം പറഞ്ഞു. എംപ്ലോയർ എനിക്കൊരു പ്രിവ്യൂ, അവർ പറഞ്ഞിരിക്കുന്ന ഒരു പ്രിവ്യൂ അതിൽ വരും, ഒരു മണിക്കൂറിനുള്ളിലോ അല്ലെങ്കിൽ നാളെ മറ്റന്നാളും കൊണ്ട് ഒരു പ്രിവ്യൂ വരും. അങ്ങനെ ഒരു സെക്കൻഡ് ചാൻസ് കൂടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വക്കീൽ എനിക്ക് ഫോർവേഡ് ചെയ്തു. അത് കഴിഞ്ഞ് എനിക്കൊരു 1 അവർ ആയില്ല, വക്കീൽ ഇത് പറഞ്ഞൊരു 1 അവർ കഴിഞ്ഞപ്പോഴേക്കും എനിക്കൊരു പ്രിവ്യൂ വന്നു. ഒരു 2 മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സും ഉണ്ട്, അതൊന്ന് അറ്റാച്ച് ചെയ്യുക, അത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ എംപ്ലോയറിനോട് പറഞ്ഞു അത് വെക്കാൻ പറഞ്ഞു. എംപ്ലോയർ വെച്ചു. എംപ്ലോയർ വെച്ച് കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് ലിങ്ക് അയക്കും എംപ്ലോയർ, നമ്മൾ ചെക്ക് ചെയ്തിട്ടെല്ലാം നോക്കാം. ഞാൻ നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ വരുന്നു. വീണ്ടും പേയ്മെൻറ്റ് ഓപ്ഷൻ വരുമ്പോൾ അത് എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ വക്കീലിനോടാണ് സംസാരിച്ചത്. വക്കീലിനോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പേയ്മെൻറ്റ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ വക്കീൽ പറഞ്ഞു നെക്സ്റ്റ് അടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. എനിക്ക് അടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വക്കീൽ എൻ്റെ ഇതിൽ ലോഗിൻ ചെയ്തിട്ട് വക്കീൽ നോക്കി. പക്ഷെ വക്കീൽ നോക്കിയതും സ്റ്റിൽ എങ്ങനെയാണ്. അപ്പോഴാണ് എന്നോട് വക്കീൽ പറഞ്ഞത് അത് പേയ്മെൻറ്റ് ചെയ്യാതെ ഒന്നും പറ്റില്ല. പിന്നെ വക്കീൽ പറഞ്ഞത് അത് രണ്ടും 2 ആപ്ലിക്കേഷനാണെന്ന്. അപ്പോഴാണ് അറിയുന്നത് 2 ആപ്ലിക്കേഷനാണ്, കാരണം റെഫറൻസ് നമ്പർ മാറി. അപ്പോൾ ഐഡൻറ്റിറ്റി ഉദ്ദേശിച്ചത് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത്, കംപ്ലീറ്റ് ന്യൂ ആപ്ലിക്കേഷൻ ഉദ്ദേശിച്ചത് പുതിയൊരു ആപ്ലിക്കേഷൻ ഞാൻ വെക്കാനുള്ളതായിരിക്കും. അപ്പോൾ അതിന് വീണ്ടും പേയ്മെൻറ്റ് 300 അടയ്ക്കണം. അപ്പോൾ വക്കീൽ പറഞ്ഞു റെഫറൻസ് നമ്പർ 2 ആണ്, അപ്പോൾ ഐഡൻറ്റിറ്റി അത് പുതിയ ആപ്ലിക്കേഷനായിട്ട് എടുത്തേക്കുവാണ്, എന്തായാലും പേ ചെയ്യേണ്ടി വരും, പേ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വീണ്ടും പിന്നെയും ഒരു ഇതായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ച് പൈസ ഒപ്പിച്ച് പിന്നെ അത് ഇവിടുത്തെ റെവലൂട്ട് കാർഡിലാക്കി ഞാൻ പിന്നെയും പേയ്മെൻറ്റ് ചെയ്തു. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് 2 ആപ്ലിക്കേഷൻ ഓൺ ഗോയിങ് ആണ്. അപ്പോൾ 2 ആപ്ലിക്കേഷൻ ഓൺ ഗോയിങ് ആയതുകൊണ്ട് ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വക്കീലിനോട് ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു ഒരെണ്ണം വിഡ്രോ ചെയ്യണം, പഴയ ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യാണ്ട് പുതിയ ആപ്ലിക്കേഷൻ്റെ ഇത് മാറ്റില്ല, സ്റ്റാറ്റസ് മാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു ഒന്നെങ്കിൽ ഞാൻ ചെയ്യാം അല്ലെങ്കിൽ എംപ്ലോയറിനോട് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നില്ല, അത് എംപ്ലോയറിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എംപ്ലോയറിനോട് കാര്യം പറയാൻ വേണ്ടി ഞാൻ എംപ്ലോയറിന് മെയിൽ അയച്ചു. ഞാൻ പറഞ്ഞു എംപ്ലോയറിനോട് എൻ്റെ റിസ്കിൽ എൻ്റെ കൺസെൻ്റ് ഉണ്ട്, അത് വിഡ്രോ ചെയ്തു, ഫസ്റ്റ് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ റെഫറൻസ് നമ്പറും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്തിട്ട് എംപ്ലോയർ വിഡ്രോ ചെയ്തു. എംപ്ലോയർ അത് വിഡ്രോ ചെയ്തൊരു ഹാഫ് ആൻ അവറിൽ അല്ല 1 അവറിനുള്ളിൽ തന്നെ എൻ്റെ സെക്കൻഡ് ആപ്ലിക്കേഷൻ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞ് കാണിച്ചു. സന്തോഷമോ സങ്കടമോ എന്താ എന്നറിയില്ല, അത്രയും നാളത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെ അത് തേർഡ് പാർട്ടി കാണിച്ചപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു അമ്മ തേർഡ് പാർട്ടി ആയി, ഇനിയിപ്പോൾ പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ തേർഡ് പാർട്ടി ആയി കഴിഞ്ഞ് പിന്നെ എനിക്ക് ടെൻഷനാണ്, ഇനി എന്നാണോ ബയോമെട്രിക് ലിങ്ക് വരിക ഇപ്പോഴും ടെൻഷനായി. അങ്ങനെ കറക്റ്റ് 46-47 ദിവസം, എല്ലാവരും പറഞ്ഞു 45 ദിവസം കഴിഞ്ഞിട്ട് വരും എന്നാണ് പറഞ്ഞത്. എനിക്കൊരു 46-47 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഒരു രാത്രി എനിക്ക് ബയോമെട്രിക്കിൻ്റെ ലിങ്ക് വന്നു, പ്രിൻസിപ്പൽ അപ്രൂവൽ വന്നു. അങ്ങനെ ബയോമെട്രിക്കിൻ്റെ ലിങ്ക് വന്നു. ഞാൻ ഡേറ്റ് എടുത്തു, ഞാനൊരു 4 ദിവസം കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് എടുത്തു. അങ്ങനെ എൻ്റെ ബയോമെട്രിക് കഴിഞ്ഞു. എനിക്കത് കഴിഞ്ഞൊരു അന്ന് തന്നെ ബയോമെട്രിക് കഴിഞ്ഞ് അന്ന് തന്നെ എനിക്ക് കളക്ഷൻ ലെറ്റർ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ തിങ്കളാഴ്ചയായിരുന്നു ബയോമെട്രിക്, എനിക്കൊരു വെള്ളിയാഴ്ച ആയപ്പോഴേക്കും കളക്ഷൻ ലെറ്റർ വന്നു. ഞാൻ അങ്ങനെ എൻ്റെ കാർഡ് ഫൈനലി കളക്ട് ചെയ്തു. എന്നെ സംബന്ധിച്ച ഒരു ലോങ് ജേർണി ആയിരുന്നു. ഡിസംബറിൽ എൻ്റെ കാർഡ് തീർന്നതാണ്.
ഈ ഒരു ലോയറിൻ്റെതും ലീഗലിയും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ പുറകെ നടന്ന് നമ്മൾ ഫുള്ളി മനസ്സമാധാനം പോയ ഒരു സമയങ്ങളായിരുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ജൂലൈ 24-ാം തീയതിയാണ്. ഇന്നലെ എൻ്റെ ID കാർഡ് എനിക്ക് കിട്ടി. ഇന്ന് ഞാൻ വീഡിയോ എടുക്കുന്നത് ജൂലൈ 24-ാം തീയതിയാണ്. ഇന്നലെ എൻ്റെ കാർഡെല്ലാം കളക്ട് ചെയ്ത് നല്ല സന്തോഷത്തിലാണ്. ഇപ്പോൾ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് എനിക്ക് കാർഡെല്ലാം കിട്ടി. ഇത്രയും മാസം എനിക്ക് തോന്നുന്നു ഒരു 8-9 മാസത്തെ എൻ്റെ ഒരു സ്ട്രഗിളായിരുന്നു. എൻ്റെ കാർഡിന് വേണ്ടിയിട്ടുള്ളതും ഞാൻ മെൻ്റലി എല്ലാം സ്ട്രഗിൾ ചെയ്തു. അതിനു മുന്നേ ഒരു വർഷത്തോളം ജോലിയുടെ കാര്യത്തിന് ഇവിടെ വന്ന് പഠിക്കാൻ വന്നപ്പോൾ ജോലിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങൾ ഈ 1.25 വർഷം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് എനിക്ക് മാൾട്ടയിൽ നിന്ന് തന്നത്. എല്ലാവരും പറയും കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉണ്ടാവും, ഓക്കെ ഉണ്ടാവും എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ മെൻ്റലി നമ്മളിതൊന്നും സെറ്റായി വരാൻ എന്തായാലും നമുക്കൊന്ന് ടൈം എടുക്കും. കാരണം ഇങ്ങനെ എന്നെപ്പോലെ ഞാൻ അത്യാവശ്യം ബോൾഡായിട്ടൊക്കെ നിന്ന ഒരാളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശരിക്കും വീക്കായി പോയി. അത് ചിലവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയാൻ പറ്റുന്ന ഏജൻസി എന്നോട് പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് ജോലി കിട്ടും, എല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞത്. പക്ഷെ നമ്മളെ ഒരിക്കലും എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ഏജൻസിക്കാരെന്നോട് പറഞ്ഞത് ഇവിടെ വന്ന 1 മന്ത് 2 മന്ത്സിനുള്ളിൽ നിങ്ങൾക്ക് ജോലി കാര്യങ്ങളെല്ലാം കിട്ടും, പേടിക്കൊന്നും വേണ്ട. അപ്പം ഞാനും അത് വിശ്വസിച്ചാണ് ഇരുന്നത്. അതുകൊണ്ട് ഞാൻ വലിയ ഇതിലൊന്നും നിന്നില്ല, ഇവിടെ വന്ന് എല്ലാം സെറ്റ് ആവുമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഏജൻസിക്കാരോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് നമ്മൾ കംപ്ലീറ്റ്ലി അത് വിശ്വസിച്ചിരിക്കരുത്. നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ നമ്മൾ എല്ലാം വിശ്വസിച്ച് ഇവിടെ വന്ന് റിയാലിറ്റി അനുഭവിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാ ഏജൻസീസും എല്ലാം സത്യവും തുറന്നു പറയണം എന്നില്ല. കാരണം കംപ്ലീറ്റ് അവർ ഒരിക്കലും റിവീൽ ചെയ്യില്ല. ഇവിടുത്തെ വന്നു കഴിയുമ്പോഴാണ് ഇവിടുത്തെ നമുക്ക് അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇത്രയും ക്രൗഡഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ വന്ന സമയത്തൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്ന ഒരാളാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കാണ്ട് ഡയറക്റ്റ് എടുത്തുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. അന്നൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ പറയുകയാണെങ്കിൽ മലയാളീസിനെയൊക്കെ ഞാൻ വളരെ റെയറായിട്ട് കാണുള്ളൂ. അതുപോലെ വലയറ്റേ പോവുകയാണെങ്കിലൊക്കെ മലയാളീസ് കുറവായിരിക്കും, കൂടുതലും മാൾട്ടീസുകാരും അല്ലാത്ത യൂറോപ്യൻസിനെയൊക്കെ കണ്ടേ. പക്ഷേ ഇപ്പോൾ കറൻ്റ്ലി ഇവിടെ മാൾട്ടയിൽ ഒരുപാട് മലയാളീസാണ്. എനിക്ക് തോന്നുന്നു ഞാൻ വന്ന ഐഡിയ കോളേജിൽ തന്നെ ഇപ്പോൾ മലയാളീസാണ് എല്ലാ ബാച്ചിലും. വേറെ നാഷണൽ കൺട്രിയിൽ നിന്നുള്ളവരൊക്കെ കുറവാണ്. ഇന്ത്യൻസിൽ തന്നെ മലയാളീസാണ് കൂടുതലും വന്നേക്കുന്നത് ഇവിടെ. ഇപ്പോൾ വലയറ്റയിലൊക്കെ പോവുകയാണെങ്കിൽ ഫുൾ മലയാളികൾ തന്നെ. നമ്മൾ ബസ് ടെർമിനലിൽ പോയാൽ മലയാളീസാണ് അവിടെ മൊത്തം ഒരുവിധം കാണുന്നത്. നമ്മുടെ നാട്ടിൽ നിൽക്കുന്ന ഒരു ഫീലാണ് എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്നത്. ഷോപ്സിലാണെങ്കിലും ഒക്കെ ആയാലും കൂടുതലും മലയാളീസാണ് കാണുന്നത്. അതുപോലെ തന്നെ നല്ലോണം നമുക്കിവിടെ ഓവർ പോപ്പുലേഷൻ ആവുന്നുണ്ട്. ഇതെന്തുകൊണ്ടെന്ന് പറയുകയാണെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ ആണെങ്കിൽ ഇവിടെ അങ്ങനെ ഏജ് ലിമിറ്റ് ഒന്നും ഉണ്ടാകില്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും സ്റ്റുഡൻറ്റ് വിസയ്ക്ക് തന്നെയാണ് കയറി പകുതിയോളം വരുന്നത്. ഏജൻസിക്കാർ പറയുന്നത് ഇവിടെ വന്നാൽ ഇങ്ങനെയാണെന്ന് പറയും. അങ്ങനെ ഉള്ളൊരു കംപ്ലീറ്റ്ലി വിശ്വസിച്ച് ആരും വരാൻ നിൽക്കരുത്. കാരണം ഏജൻസി ഒരിക്കലും അവരുടെ ഫുൾ ഇവിടുത്തെ സത്യാവസ്ഥ മൊത്തം പറയില്ല. നമ്മൾ ഇവിടെ വന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ. സോ ആരും ഇതൊന്നും വിശ്വസിച്ച് വരരുത്, കംപ്ലീറ്റ്ലി വിശ്വസിച്ച് വരരുതെന്നുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരേ അവസ്ഥയാവണം എന്നില്ല. ചിലവർക്ക് വരുമ്പോൾ തന്നെ ജോലി കിട്ടാം, നമുക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ചിലവർക്ക് ചിലപ്പോൾ ഇതുപോലെ ടൈം എടുക്കാം. അത് നമ്മുടെ ലക്കും കൂടിയും ബേസ് ചെയ്തിട്ടിരിക്കും. അപ്പോൾ എല്ലാവരും ചിലപ്പോൾ സെറ്റ് ആവാതിരിക്കും. അത് നമ്മുടെ ഒരു ഇതുപോലെ ഇരിക്കും. അപ്പോൾ അതായിട്ടും കൂടി ഒന്ന് മനസ്സിൽ കണ്ടിട്ട് വരിക. പിന്നെ വരുമ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കുറച്ച് പൈസ നാട്ടിൽ നിന്ന് കരുതിയിട്ട് വരിക. അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഏജൻസി ഓൾറെഡി പറഞ്ഞതുകൊണ്ട് ജോലിയൊക്കെ ഉണ്ടാവാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒരുപാട് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പൈസ ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഒരുപാട് കഷ്ടപ്പെട്ടു ഇങ്ങോട്ട് പൈസ അയച്ചു തരാൻ. കടം മേടിച്ചിട്ടൊക്കെയാണ് ഇങ്ങോട്ട് അയച്ചു തന്നത്. എനിക്ക് ഇങ്ങോട്ട് വന്ന സമയത്ത് ഒരു 3.5-4 ലക്ഷത്തിൻ്റെ അടുത്ത് ഇങ്ങോട്ട് അല്ലാണ്ട് സെപ്പറേറ്റ് അവർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൈസ അയച്ചു തന്നെന്ന് പറയുമ്പോൾ അത് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ഫാമിലിക്ക് ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ നമുക്കറിയാം. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളിതൊക്കെ തിരിച്ചടച്ച് എപ്പോൾ തീരുന്നു പോലും അറിയില്ല. അപ്പോൾ നമ്മളതെല്ലാം കൂടി മനസ്സിലാക്കുക. എന്താണെങ്കിലും ഇപ്പോൾ ഇവിടെ കാർഡ് കിട്ടാൻ, സ്റ്റുഡൻസ് കാർഡ് കിട്ടാൻ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ജോലിക്ക് നമുക്ക് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാക്സിമം നമ്മൾ കുറച്ച് ഫണ്ട് നമ്മുടെ കയ്യിൽ കരുതിയിട്ട് അതും കൂടി കരുതിയിട്ട് ഇങ്ങോട്ട് വരിക. അല്ലെങ്കിൽ ഇവിടെ വന്ന് നിങ്ങൾ ശരിക്കും പെട്ടുപോകും എന്നുള്ളതാണ്. മാക്സിമം ആരും ഇല്ലീഗലി പാർട്ട് ടൈമിന് പോവാതിരിക്കുക. കാരണം ഇപ്പോൾ ചെക്കിങ്ങൊക്കെ കൂടുതൽ. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോകും, അല്ലെങ്കിൽ നമ്മുടെ ഭാഗ്യക്കേട് എന്തെങ്കിലും ആണെങ്കിൽ പിടിച്ചാൽ പിന്നെ നമുക്കതൊരു ഇതാണ്. ഞാൻ ഒരിക്കലും ഒരാളോടും കാർഡ് കിട്ടുന്നതിന് മുന്നേ പാർട്ട് ടൈം പോകാൻ പറയില്ല. കാരണം ഞാൻ പേടിച്ച് നിന്നൊരു വ്യക്തിയാണ്. അങ്ങനെ പേടിച്ച് നിന്നുകൊണ്ടാണ് എനിക്ക് കിട്ടിയിട്ടും ഞാൻ പോവാതിരുന്നത്. കാരണം ഒരുപാട് പേരെ ഡീപ്പോർട്ട് ചെയ്തൊക്കെ കണ്ടതും അറിഞ്ഞതും കൊണ്ടൊക്കെ പേടി കയറിയ പിന്നെ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ലക്ഷം മുടക്കി വന്നതല്ലേ, അതിൻ്റെ ഒരു നല്ലൊരു പേടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇനി ഇങ്ങോട്ട് ഇപ്പോൾ വിസയ്ക്ക് വെച്ചേക്കുന്നവരും ഇനി ഇങ്ങോട്ട് വരാൻ നോക്കുന്നവരോടും പറയാനുള്ളത്, നിങ്ങൾ വലിയ എക്സ്പെക്റ്റേഷനോടുകൂടി വരരുത്. നമ്മൾ കാണുന്ന ഒരു ഇതല്ല ഇവിടെ കറൻ്റ്ലി ഉള്ള മാൾട്ട.
നമ്മൾ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഏജൻസീസ് പറയുന്ന പോലെ ഒന്നും അല്ല. ഇവിടെ ഓൾറെഡി ഓവർ പോപ്പുലേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോലി ഇതെന്ന് വെച്ചാൽ പാർട്ട് ടൈം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ നല്ലോണം ഇറങ്ങി നടക്കണം. ഇപ്പോൾ സ്കിൽ പാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പാർട്ട് ടൈമിന്. സ്കിൽ പാസ് എല്ലാം പാസ്സായിട്ട് വേണം നമുക്ക് പാർട്ട് ടൈമിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റുഡൻസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു 6 months എന്തോ ഫ്രീ ആണ്. അത് കഴിഞ്ഞാൽ നമ്മൾ റിന്യൂ ചെയ്തെടുക്കണം. 375 ആണെങ്കിൽ ഒരു 400 സംതിങ് എന്തോ ആണ് നമ്മൾ സ്കിൽ പാസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെയും എല്ലാം നോക്കി കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ഒരു മാൾട്ട കൺട്രി ചൂസ് ചെയ്യുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എല്ലാവർക്കും ഒരേ ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒരേ അനുഭവമാണെന്നില്ല. ചിലവർക്ക് വരുമ്പോൾ സെറ്റ് ആവാം. പിന്നെ ഇവിടെ ഒരാൾ ഹെൽപ്പ് ചെയ്യാനുണ്ട്, നിങ്ങൾക്ക് ഒരു ജോലി സെറ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരാൾ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും. എനിക്കിവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ കഷ്ടപ്പെട്ടു. ഇപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഒത്തിരി പേരുണ്ട്, അവരും കുറേ നോക്കിയതാണ് എനിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അന്നൊന്നും പാർട്ട് ടൈംസ് ഒന്നും കിട്ടാനുണ്ടായിരുന്നില്ല. എന്നിട്ടും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടു. അപ്പോൾ ഉണ്ടെങ്കിലും നമ്മുടെ ലക്ക് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഇതാണ് എൻ്റെ ഒരു ലോങ് ജേർണി വീഡിയോ. എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നല്ല ലെങ്ത് ആയിട്ടുണ്ട്. കട്ട് ചെയ്തിടണോ അല്ലെങ്കിൽ രണ്ടാമത് പാട്ടായിട്ട് ഇടണോ എന്ന് നോക്കട്ടെ ഞാൻ. അപ്പം ഇതാണ് എൻ്റെ ഒരു അനുഭവം. ഞാനിവിടെ മാൾട്ടയിൽ വന്നിട്ട് ഞാൻ അനുഭവിച്ച എൻ്റെ ഒരു അനുഭവങ്ങളാണ്. ഇതിൽ ഞാനിപ്പോൾ ഫുള്ളി കംപ്ലീറ്റ് കുറേ കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം അത് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളല്ല, അതൊന്നും ഞാൻ അധികം റിവീൽ ചെയ്യുന്നില്ല. എനിക്ക് മാൾട്ടയിൽ വന്നിട്ട് ഒരുപാട് മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടുത്തെ നമ്മുടെ ഓരോ ആൾക്കാരിൽ നിന്നും മോശമായിട്ടുള്ള ഒരുപാട് മെൻ്റലി കുറേ ട്രോമാസ് ഉണ്ടായിട്ടുണ്ട്. കാരണം മാനസികമായിട്ട് നമ്മളെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തുന്നു, കളിയാക്കുന്നതായിട്ടുള്ള കുറേ അനുഭവങ്ങൾ എനിക്കിവിടെ വന്നിട്ടുണ്ടായിട്ടുണ്ട്. അതെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഇവിടെ ഉള്ളവരത് ചിലപ്പോൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തു പോകും, നിങ്ങൾ അന്ന് എന്നെ ഓരോ കുത്തി നോവിച്ചതിനൊക്കെ എൻ്റെ മനസ്സിൽ ആ ഒരു ഇതുണ്ട്. സോ അതൊന്നും മനസ്സിൽ നിന്ന് പോവില്ല. പക്ഷെ ആ കുത്തി നോവിച്ചവരോട് ഞാനൊരു ടാങ്ക്സും കൂടി പറയുകയാണ്. നിങ്ങൾ അന്ന് കുത്തി നോവിച്ചുകൊണ്ട് എനിക്കിപ്പോൾ ഇത്രയും ധൈര്യത്തോടു കൂടി നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് തന്നെ എനിക്കൊരു വലിയൊരു ഇതായിട്ട് തോന്നുന്നു. കാശ് ജോലിയില്ല എന്നും പറഞ്ഞ്, ജോലിയില്ല പൈസ ഇല്ല എന്ന് പറഞ്ഞ് കുറേ പേര് എന്നെ കുത്തി നോവിച്ചിട്ടുണ്ട് ഇവിടെ. അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു മറുപടിയാണ്, ഞാൻ ഇന്ന് നല്ല അന്തസ്സോടുകൂടി തന്നെ ജോലിയൊക്കെ നേടി നിൽക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ. ചിലപ്പോൾ സാലറി കുറവായിരിക്കും, പക്ഷെ എനിക്കിപ്പോൾ സന്തോഷമുണ്ട്, സമാധാനം. പിന്നെ ഇവിടെ ഉള്ളൊരു ഇതെന്ന് പറയുന്നത്, നമുക്കിവിടെ കുപ്പി, അതായത് വാട്ടർ ബോട്ടിലൊക്കെ റീസൈക്കിൾ ചെയ്താൽ നമുക്ക് 10 സെൻറ്റ് വെച്ചിട്ട് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ എനിക്ക് സാധനങ്ങൾ മേടിക്കാനൊന്നും പൈസ ഉണ്ടാകുന്നില്ലാത്ത ടൈമിൽ ഞാൻ കുറേ അങ്ങനെയാണ് ഫണ്ടൊക്കെ എനിക്ക് കിട്ടിയതും. ഞാൻ സാധനങ്ങളൊക്കെ അങ്ങനെ മേടിച്ചു. ഫണ്ടെന്ന് പറഞ്ഞാൽ വലിയ പൈസയൊന്നും അല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ. ഇപ്പോൾ റൂമിൽ അവിടെ നിന്ന ചേച്ചിമാർ സാധനങ്ങൾ, ഇവിടെ പവി എന്നൊക്കെ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുണ്ട്. അപ്പോൾ അവിടെ നിന്ന് 30 യൂറോയ്ക്ക് സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ ഒരു കേസ് വെള്ളമൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അവരിങ്ങനെ കിട്ടുമ്പോൾ കൊണ്ടുവന്ന് കളയൊന്നുമില്ല. മീൻസ് വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് റീസൈക്കിൾ ചെയ്താൽ നമ്മൾ കളയാറില്ല. അവർ നമ്മുടെ വേസ്റ്റ് ഇടുന്ന കവറിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഒന്ന് മാറ്റി വയ്ക്കുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ എന്നോട് ഒരു ദിവസം പറഞ്ഞു, ഇങ്ങനെ ഇത് നമ്മൾ റീസൈക്കിൾ ചെയ്തിട്ടൊരു മെഷീനുണ്ട്, അപ്പോൾ അവിടെ കൊണ്ടുവന്നിട്ട് 10 സെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഒരു കുപ്പിക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ആ പൈസയും കൊണ്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ മേടിക്കാം, നമ്മൾ ആ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ എടുത്തോ അല്ലെങ്കിൽ കളഞ്ഞേക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെനിക്ക് കുറേ കുപ്പിയും കാര്യങ്ങളൊക്കെ തന്നു. പിന്നെ അപ്പുറത്തെ റൂമിലെ ചേച്ചിമാരും അങ്ങനെ കുറേ കുപ്പിയൊക്കെ തന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 65 കുപ്പിയോളം ഞാൻ കളക്ട് ചെയ്തു. ഒരുമിച്ച് ഞാൻ കളക്ട് ചെയ്തിട്ട് ഞാൻ കൊണ്ടുപോയി ബസ്സിൽ 2 കവറും പിടിച്ചിട്ട് ഞാൻ പോയിരുന്ന ടൈമുണ്ട്. 2 കവർ, വലിയൊരു ബ്ലാക്ക് കവറും ഗ്രേ കവറൊക്കെ ആയിട്ട് ഞാൻ ബസ്സിൽ അങ്ങനെ കൊണ്ടുപോയി ഇട്ട് എനിക്ക് 6.50 സെൻറ്റ് 6 യൂറോ 50 സെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 65 കുപ്പിയൊന്നും കളഞ്ഞിട്ട് ആ പൈസയും കൊണ്ട് ഞാൻ അത്യാവശ്യ സാധനങ്ങളൊന്നും, ഈ ബ്രെഡ്, ജാം അങ്ങനെയൊക്കെയാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ്ലി പോയിരിക്കുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. ഒരുപാട് തവണ അങ്ങനെ അവർക്ക് ഫ്രീ ആയിട്ട് കുപ്പി കിട്ടുമ്പോൾ അതെനിക്ക് തരും. ഞാനത് കൊണ്ടുപോയി ഇങ്ങനെ ചെയ്യും. പിന്നെ ഞാനിങ്ങനെ കൊക്കക്കോള ക്യാനുകളൊക്കെ ഇടയ്ക്ക് കുടിക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ കുപ്പിയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനത്തെ കുപ്പികളും ക്യാനുകളൊക്കെ കിട്ടിക്കൊണ്ടുവന്നിടും. പിന്നെ റോട്ടിലെ കൂടെ ബസ് ഇറങ്ങി നടന്നു കഴിഞ്ഞെങ്കിൽ ചിലപ്പോൾ അവിടെ റോഡ് സൈഡിലൊക്കെ 1-2 കുപ്പി കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അതുവരെ എടുത്തിട്ട് പോയിട്ടാണ് ഞാൻ കൊണ്ടുവന്ന് റൂമിൽ വെക്കും. എന്നിട്ട് അത് ഒരുമിച്ച് കൊണ്ടുപോയി വയ്ക്കും. അങ്ങനെ വരെ ഞാൻ സോഴ്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതെനിക്ക് ഓർക്കുമ്പോൾ അതൊക്കെ ഒരു നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം കുപ്പിയൊക്കെ ആണെങ്കിലും പറക്കി എടുത്ത് കൊണ്ടുപോയി നടന്നിട്ടാണ് നമ്മൾ ഓരോ ഫുഡ് കാര്യങ്ങൾക്കുള്ള ഓരോന്ന് പിടിച്ചുകൊണ്ടിരുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒരു കുപ്പി കണ്ടാൽ അന്ന് മനസ്സിൽ ഭയങ്കര സന്തോഷമായിരിക്കും. 10 സെൻറ്റ്, ആ ഒരു 10 സെൻറ്റ് അങ്ങനെ കൂട്ടി വെച്ച് കുറേ ആണ് നമുക്ക് ഒരു സാധനം മേടിക്കാനുള്ള 1 യൂറോ കിട്ടുന്നത്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്ന്. പിന്നെ കുറേ അനുഭവങ്ങൾ നമ്മൾ ഇപ്പോൾ ശരിക്കും എനിക്കൊരു നാട്ടിൽ നമ്മൾ 1 രൂപയ്ക്ക് പോലും എനിക്കിപ്പോൾ വിലയുണ്ട്.
കാരണം ഇവിടെ വന്നപ്പോൾ നമ്മുടെ കയ്യിൽ 10 പൈസയില്ലാത്ത സമയത്ത് കൊതിച്ചിട്ടുണ്ട്. കാരണം സൂപ്പർ മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഒരു 5 സെൻറ്റ് അല്ലെങ്കിൽ 1 സെൻറ്റൊക്കെ ചിലപ്പോൾ കുറവായിരിക്കും കയ്യിൽ. എന്നിട്ട് പോലും മേടിക്കാണ്ട് വന്നേക്കുന്ന കുറേ സാധനങ്ങളും അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ മേടിക്കാതിരിക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴേക്കും അത് ഇപ്പോൾ ഓർക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം വന്നു. ഇപ്പം എനിക്ക് എൻ്റെ ഇഷ്ടത്തിനുള്ള സാധനം മേടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് ഓരോ കാര്യം ചെയ്യാനുള്ളൊരു പൈസ എനിക്കിപ്പോൾ കയ്യിൽ കിട്ടുന്നുണ്ട്. എനിക്ക് അതിനൊരു സന്തോഷമുണ്ട്. കാരണം എനിക്കിപ്പോൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എനിക്ക് കൊതിച്ച് കഴിക്കണം എന്ന് പറയുന്ന ഒരു ബഡ്ജറ്റായിട്ടുള്ള എനിക്ക് പറ്റുന്ന എൻ്റെ ഒരു ബഡ്ജറ്റിലുള്ള സാധനങ്ങൾ എനിക്ക് മേടിക്കാൻ പറ്റുന്നുണ്ട്. പണ്ടൊക്കെ ചീപ്പായിട്ട് പോയിട്ടുള്ള സാധനങ്ങൾ പോലും മേടിക്കാനായിട്ടുള്ളൊരു പൈസ കയ്യിലുണ്ടാവാറില്ല. അതൊക്കെ സങ്കടമാണ്. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ അത്രയും പ്രാർത്ഥിച്ചതിനൊക്കെ ഒരു ബലമുണ്ട്. വീട്ടിൽ അമ്മ പറയും, അമ്മയൊക്കെ ഒരു വഴിപാട് കഴിക്കാത്ത സമയങ്ങളിൽ അതുപോലെ വഴിപാടും കാര്യങ്ങളൊക്കെ വേണ്ടി അത് ഒരുപാട് കഷ്ടപ്പെട്ടു. അമ്മ, അച്ഛൻ എല്ലാവരും ഒരുപാട് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടു. ഞാനിവിടെ വേദനിക്കുന്ന പോലെ തന്നെ അവിടെ അവർ ഒരുപാട് വേദനിച്ച് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ഒരു നിലയിലെത്തി. ഇന്നത്തെ എൻ്റെ ഈ വിജയം എന്ന് പറയുന്നത് അതെൻ്റെ അമ്മയ്ക്കാണ്. കാരണം അച്ഛനും അമ്മയ്ക്കും ഉണ്ട്, പക്ഷേ കൂടുതൽ അമ്മയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത്. കാരണം അമ്മയാണ് എന്നെ ഇവിടെ വരെ എന്നിപ്പോൾ എത്തിച്ചതിലും മോസ്റ്റ് എനിക്കൊരു പങ്ക് വഹിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ അമ്മയ്ക്കുള്ളൊരു കൂടി ഒരു വീഡിയോ കൂടിയാണിത്. കാരണം എന്നെ ഇത്രയും സ്റ്റേണായിട്ട് നിർത്തി ഇന്ന് എൻ്റെ സ്വന്തം കാലിൽ എനിക്ക് നിൽക്കാൻ പറ്റി. അതെന്താ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി. സോ ഇതാണ് എൻ്റെ ലൈഫ് ജേണി വീഡിയോ. ഇത് കാണുമ്പോൾ കുറേ പേർക്ക് നെഗറ്റീവായിട്ട് തോന്നാം, ചിലവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് റിലേറ്റ് ആയിട്ട് തോന്നാം. ഇതായിരുന്നു എൻ്റെ ഈ ഒരു 1.25 വർഷത്തെ എൻ്റെ ഒരു അനുഭവം. എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ലല്ലോ, എൻ്റെ അനുഭവം ഇതായിരുന്നു. സോ ഇനി ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ടും മാൾട്ട വിശേഷങ്ങളും കാര്യങ്ങളായിട്ടൊക്കെ ഞാൻ ഈ വീഡിയോ ഇടാം. കംപ്ലീറ്റ്ലി ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ഇടാം. ഞാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇനി നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.